അപ്പോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്, ദി 9th എപ്പിസോഡ് ഓഫ് വെള്ളം ചേർക്കാതെ. നമ്മുടെ നമ്മള് സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. നമ്മള് അയാഫിന്റെ കൂടെ ചെയ്ത എപ്പിസോഡ്. ഇതിലിപ്പോ നമ്മള് റോഷൻ, പുപ്പു ഉണ്ട്. പുപ്പു കുറച്ചൊന്ന് സെന്ററിലോട്ട് ഇരിക്കാവോ? കുറച്ചുകൂടി. ഗൂഗിളിൽ നമ്മള് എപ്പിസോഡ് നമ്പർ 7 ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. നമ്മുടെ ഇനി ഒരു സ്ഥിരം മെമ്പർ ആയിരിക്കും. പിന്നെ ഉണ്ണിക്കുട്ടൻ അഭിജിത് ജോസ് ഫ്രം UK ഉണ്ട് നമ്മുടെ കൂടെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വെച്ച ടോപ്പിക്കിൽ ഫസ്റ്റ് കാര്യം ഫ്യൂച്ചറിസം ആണ്. ഫ്യൂച്ചറിസം പറയുന്നതിന് മുമ്പ് നമ്മൾ ഇത് പിക്ക് ചെയ്യാൻ കാരണം ഞാൻ പറയാം. കാരണം ഞാൻ ആലോചിച്ച് കൊണ്ടുവന്നൊരു ടോപ്പിക്കാണ്. കാരണം ബേസിക്കലി നമ്മളിപ്പോ ഇലോൺ മസ്കിനെ കാണുന്നു, പിന്നെ എല്ലാരും ഇപ്പോ ഇന്നത്തെ ന്യൂ ഏജ് ആയിട്ട് നടക്കുന്ന എല്ലാ സംഭവങ്ങളും, ക്വിക്ക് കോമേഴ്സ്, മെറ്റാവേഴ്സ്, ഇതിനൊക്കെ ഒരു ഒറിജിൻ സ്റ്റോറി ഉണ്ട്. ബേസിക്കലി ഇതിന്റെ ഒരു എസ്തെറ്റിക്സ് എല്ലാം വരുന്നതിന്റെ ഒറിജിൻ ആണ് ഈ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞ സംഭവം. ഫ്യൂച്ചറിസം ശരിക്കും പറയുന്നത്, ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി മോഡേണിറ്റിയിലെ കുറിച്ചാണ്. എല്ലാം മോഡേണൈസ് ചെയ്യുക, പിന്നെ അത് ഇന്നോവേഷൻ കൊണ്ടുവരിക, അത് അറ്റ് ഒരു ഫാസ്റ്റ് പേസിൽ നല്ല സ്പീഡിലുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഈ ഫ്യൂച്ചറിസം. ബേസിക്കലി ഒരു ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞ ഒരു ഫിലോസഫിയാണ്. അപ്പം ഇത് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്ത് 1900s ഒരു ഇറ്റാലിയൻ പുള്ളിയുണ്ട്, ഫിലിപ്പോ ടൊമാസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയാണ് ഈ സംഭവം കൊടുക്കുന്നത്. പുള്ളിയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി പ്രാവശ്യം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോ ഏതോ ഒരു കാളവണ്ടിയിൽ വരുന്ന ആളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ചെറിയ ചാലി പോയി ചാടും. സാധാരണ പുള്ളി അത് നമ്മളൊക്കെ ഇങ്ങനെ അങ്ങനെയെന്ന് വെച്ചാൽ പണ്ടാറ് കാറ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ റിജക്ട് ചെയ്യാനുള്ള, പക്ഷെ പുള്ളി അതിനെ വേറെ രീതിയിലാണ് കണ്ടത്. പുള്ളി അതിന്റെ സേഫ്റ്റിയും, അത് ഈ കാറ് ബെറ്റർ ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി ചിന്തിച്ചത്. റോഡ് ബെറ്റർ ആയിരുന്നെങ്കിൽ ഇത് ബെറ്റർ ആക്കി ചെയ്യായിരുന്നു എന്ന്. അപ്പൊ പുള്ളി ഈ തോട്ട്സ് ഒക്കെ അങ്ങ് ഗ്യാദർ ചെയ്ത് 1908 ഇൻസിഡന്റ് സംഭവിക്കണമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ 1909 തന്നെ പുള്ളി ഒരു അവിടുത്തെ ഇറ്റലിയിലത്തെ ഒരു പുള്ളി മിലാനിലായിരുന്നു. മിലാനിൽ തന്നെയുള്ള വലിയൊരു മാഗസീൻ ഉണ്ട്, അതിന്റെ പേര് ലാ ഫിഗാറോ എന്ന് പറഞ്ഞിട്ട്. ലാ ഫിഗാറോയില് പുള്ളി ഒരു ഫ്രണ്ട് പേജിൽ തന്നെ പുള്ളി ഇതിനെ കുറിച്ച് ഒരു മാനിഫെസ്റ്റോ പോലെ കൊടുക്കാൻ, ഈ ഫ്യൂച്ചറിസം എന്താണ്. ഫ്യൂച്ചറിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പുള്ളിയുടെ ഇറ്റലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആർട്ടിന്റെയും ഒക്കെ എല്ലാത്തിന്റെയും മെയിൻ സ്ഥലമാണ്. മിലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫാഷന്റെ മെയിൻ സ്ഥലമാണ് ഇപ്പോഴും. അന്നും വൺ ഓഫ് ദ മെയിൻ സ്ഥലങ്ങൾ തന്നെയാണ് മിലാൻ. പക്ഷെ അവരൊക്കെ കുറച്ചുകൂടി ട്രഡീഷണലിസ്റ്റും പഴയ കാലത്തെ ആർട്ട് സ്റ്റൈലുകളും ഇതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. ഇതൊക്കെ പുള്ളിക്ക് പുള്ളിക്കാരന് ഇതൊരു ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് ഒക്കെ ബെറ്റർ ആവാം, അതായത് പുതിയ അടിപൊളി കാറുകൾ വരാ, അടിപൊളി ടെക്നോളജീസ് വരാ, ആർട്ട് തന്നെ മാറണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ സംഭവം കൊണ്ടുവരുന്നത്. പുള്ളിയുടെ ഇത് ഫോളോ ചെയ്തിട്ട് കുറെ ഫോളോവേഴ്സ് പുള്ളിക്ക് ഉണ്ടായി. കാരണം അവരും ഇതേ ഐഡിയാസ് തന്നെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചവര്. വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റോഷന്റെ അവിടെ കാണുന്നില്ല കേട്ടോ. ഇപ്പൊ ബെറ്ററായി. അപ്പം ഈ ഫിലിപ്പോ ടൊമാസോയുടെ ലാസ്റ്റ് നെയിം മാരിനെറ്റി എന്നാണ്. അപ്പൊ ഈ മാരിനെറ്റിയും പിന്നെ വേറെ 2-3 ആൾക്കാരും കൂടിയിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. അവര് ഇതിനെ മാനിഫെസ്റ്റോ ഫോർ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞ ഒരു ബുക്ക് അവർ പ്രസിദ്ധീകരിച്ചു. അതില് ബേസിക്കലി പറഞ്ഞ കുറെ ഇൻസ്ട്രക്ഷൻ മാനുവല് പോലെയാണ്. ഇൻസ്ട്രക്ഷൻ മാനുവലിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അതുവരെ ഉണ്ടായിരുന്ന ആർട്ടൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ മിത്തിക് ഫിഗേഴ്സിനെ കുറിച്ച്, ദൈവങ്ങളുടെ ആർട്ട്,
അമ്മ കുട്ടി റിലേഷൻഷിപ്പിന്റെ ആർട്ട്, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഈ നമ്മൾ ഈ തടിയുള്ള ലേഡീസ് പെയിന്റിങ്ങുകൾ. ഇത് 20th സെഞ്ചുറി 1900s ഇത് നടക്കണേ. അതായത് എന്താ കാരണം എന്താ പറഞ്ഞാൽ ഇറ്റലി എന്ന് പറഞ്ഞൊരു കൺട്രി നോക്കുവാണെങ്കിൽ കുറെ മേജർ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ആർട്ടിൽ തന്നെ. ഉണ്ട്. അയ്യോ ഇപ്പൊ അതെ അതൊക്കെ വളരെ അതിനൊക്കെ മുമ്പാണ്. അതിലും പഴയത്. ഇത് റീസെന്റ് ആണ്. ഈ 20th സെഞ്ചുറിയിൽ നടന്ന കാര്യമാണ്, 1900s. അപ്പൊ ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ബാക്കിയുള്ള 14th സെഞ്ചുറിയിൽ കുറെ പെയിന്റിങ്ങുകളൊക്കെ ആണ് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് പെയിന്റിങ്സ് ഉള്ളത് 14th സെഞ്ചുറിയിലാണ്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ജസ്റ്റ് ഇത് കഴിഞ്ഞ ഒരു എത്ര എനിക്ക് തോന്നുന്നു 1920s അല്ലെ 1918 അങ്ങാണ്ടാണ് വേൾഡ് വാർ 1 തന്നെ സംഭവിക്കുന്നത്. ഇത് അത്ര റീസെന്റാ. അപ്പൊ ഇവരുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാറൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു തിങ്കിങ് ഉള്ള ആൾക്കാരായിരുന്നു ഈ ഫ്യൂച്ചറിസ്റ്റുകള്. അങ്ങനെ വാർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവര് ഡെമോക്രസിക്ക് എതിരെയാണ്. ഡെമോക്രസി ഈ പ്രോഗ്രസിന് ഒരു തടസ്സാണെന്നാണ് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ടീമാണ്. അതേ സമയത്ത് തന്നെ വേറൊരു ഗ്രൂപ്പ് ടീം ഉണ്ടായിരുന്നു ഇറ്റലിയിൽ തന്നെ ഉള്ളവര്. ഇതേ കൈൻഡ് ഓഫ് ആശയങ്ങളായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ മുസോളിനിയുടെ പാർട്ടി. ഇതേ അവര് ഫാസിസ്റ്റ് പാർട്ടി ആയിരുന്നു, മാത്രം ഒരു ഡിഫറൻസ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ ബേസിക്കലി ആർട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി സ്ലോ ആയിരുന്നു, ഇങ്ങനെ സ്റ്റക്കായ മെത്തിക് ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ടൈപ്പ് ആർട്ടായിരുന്നു. ഇവരുടെ ഈ ഫിലോസഫി കൊണ്ടിട്ട് ആർട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി. അവിടെ കുറെ ആർട്ടിസ്റ്റുകള് അവരാണ് ഫുൾ കെയോസ്, വാറിനെ കുറിച്ചുള്ളത്. കുറെ നമ്മുടെ ഈ അബ്സ്ട്രാക്ട് ആർട്ടിനൊക്കെ മുമ്പ് വരുന്ന സാധനമാണ് ഈ ഫ്യൂച്ചറിസം ബേസ്ഡ് ആയിട്ടുള്ള ആർട്ട്. അതായത് ഇപ്പൊ പണ്ട് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കുട്ടീനെ വരയ്ക്കും, അതൊരു സിമ്പിൾ ആയിട്ട് എങ്ങനെയാണോ ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിന്റിങ് ആയിരിക്കും അവരുടെ അന്നത്തെ സ്കിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. ഈ ഫ്യൂച്ചറിസത്തിൽ തന്നെ അത് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി ഓടിക്കളിക്കണതും എന്താണ് അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ്, ഈ കുട്ടി മോഷനും കെയോസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫിലോസഫിയുടെ ആൾക്കാരാണ് ഇവര്. അപ്പം ഇത് ഈ സാധനമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വേൾഡ് വാർ 1 സ്റ്റാർട്ടായി. വേൾഡ് വാർ 1 സ്റ്റാർട്ടായപ്പം ഇവര് ഭയങ്കര ഈ വാറിന്റെ ആൾക്കാരാണല്ലോ. ഇവര് ഇതിന്റെ യുദ്ധത്തിനങ്ങ് കുറെ പേര് പോയി. അതിലൊരു വൺ ഓഫ് ദ മേജർ ഫിഗർ മരിക്കുകയും ചെയ്തു വേൾഡ് വാർ 1 കാരണം ഇവര് ഈ നമ്മുടെ മുസോളിനിയുടെ പാർട്ടി ഉണ്ട്, റിപ്പബ്ലിക്കൻ ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ മാനിഫെസ്റ്റോ. അതെ നാസികളുടെ കൂടെ. ഇറ്റലിയും മുസോളിനിയുടെ അണ്ടറിൽ നാസികളുടെ കൂടെ ആയിരുന്നല്ലോ ബേസിക്കലി. അങ്ങനെയാണല്ലോ വാർ കഴിയുമ്പോ മുസോളിനിനെയൊക്കെ അടിച്ച് ഇവര് തന്നെ തൂക്കിയിട്ട് അടിച്ചു കൊന്നു മുസോളിനെ, ഭാര്യനെ ഒക്കെ. അത് അതിനെ ചേർന്ന് നിന്ന ടീമാണ് ഇതിന് മുസോളിനിയുടെ പാർട്ടിയുടെ മാനിഫെസ്റ്റോ എഴുതിയത് ഇവരാണ്. അപ്പൊ ഇവരുടെ ഇതിലത്തെ മാരിനെറ്റി സർവൈവ് ചെയ്തു യുദ്ധം. പക്ഷെ അതിലത്തെ എന്തൊരു റൂസോ അല്ല ഒരു വേറൊരു പുള്ളി അതിനകത്ത് ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പുള്ളിയൊക്കെ മരിച്ചു അതിനകത്ത് വേൾഡ് വാർ 1 പുള്ളി സീനായിരുന്നു, പുള്ളി ആർട്ടിസ്റ്റ് ആയിരുന്നു. പുള്ളിയാണ് ഇങ്ങനത്തെ പുള്ളി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആൾക്കാരുടെ അധ്വാനം, ഫാക്ടറികള്, ഫാക്ടറികളുടെ പ്രോഗ്രസ്, അങ്ങനത്തെ സാധനങ്ങള്, മെഷീനറി, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ആർട്ടുകൾ ഉണ്ടാക്കുന്ന ഈ പുള്ളിയായിരുന്നു. പുള്ളി ബേസിക്കലി എന്താണ്, പുള്ളിക്ക് ഈ പ്രോഗ്രസ് എങ്ങനെയെങ്കിലും നടക്കണം എന്നുള്ള സ്കീമാണ്. ഇതിന്റെ തന്നെ ഇതിന്റെ ഒരു വാല് പിടിച്ച് പോണ ആക്സിലറേഷനിസ്റ്റുകളുണ്ട്. അതായത് പെട്ടെന്ന് നടക്കണം. അത് ഈ 3 പ്രയോറിറ്റികൾ ഉണ്ടല്ലോ, മോഡേണിറ്റി, മോഡേണിറ്റി, ഇന്നോവേഷൻ, സ്പീഡ്. ഇതിൽ സ്പീഡ് ഇന്നോവേഷൻ വെച്ച് പോണ ഒരു ടീമുണ്ട്. അതായത് ലോകത്തിലുള്ള എല്ലാ പ്രോബ്ലം നമുക്ക് ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് അങ്ങ് എത്തിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ആക്സിലറേഷനിസ്റ്റുകൾ. അവിടെ ആക്സിലറേഷനിസത്തിനെ കുറിച്ച് നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അത് ഒരു വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്.
നമ്മളിപ്പോ ഈ മാസത്തിലേക്കൊക്കെ ധൃതി പിടിച്ച് നമ്മൾ കുറെ അങ്ങ് ചെയ്ത് പോകാന്നൊക്കെ ഈ ആക്സലറേഷന്റെ ഭാഗമാണ്. പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ ഈ ടെക്നോളജി അഡോപ്ഷൻ, ക്വിക്ക് കോമേഴ്സ് ഒക്കെ ഇത് രണ്ടും ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ആക്സലറേഷന്റെ ഒരു സാധനം പറഞ്ഞാൽ റിസ്ക് എത്രമാത്രം അതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്, അതിന്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് അങ്ങനത്തെ ആ ഒരു സാധനം അവർക്ക് വരുന്നുണ്ട്. ഇല്ല ഇല്ല, അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളിപ്പോ ഈ റിസ്കിന്റെ കാര്യം പറഞ്ഞില്ലേ, റിസ്കിന്റെ കാര്യം പറഞ്ഞത് അവര് പറയും നമ്മളിത് പ്ലാൻ ചെയ്ത് നിൽക്കൂ, നമ്മള് ഈ റിസ്കുകൾ നോക്കി ഇവരിത് ആദ്യം ഇങ്ങ് ചെയ്യുക. മനസ്സിലായോ? അന്നൊക്കെ അതിന്റെ ഉള്ളിൽ റിസ്ക് വരുമല്ലോ, അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമല്ലോ, അത് ഫിക്സ് ചെയ്യാന്നാണ് അവര് പറയണത് ബേസിക്കലി. അപ്പൊ അതായത് ഇപ്പൊ നമുക്ക് മൂണി പോകുന്ന കാര്യം നമുക്ക് കേപ്പബിൾ ഇല്ലാത്തവര് അത് ചെയ്യൂലല്ലോ. ഇപ്പൊ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് റോക്കറ്റ് ബിൽഡ് ചെയ്ത് മൂണി പോകാൻ പറ്റില്ല. പക്ഷെ ഒരു റിസ്ക് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ടീം ഉണ്ടെങ്കിൽ അത് സേഫ് ആയിരിക്കും, സേഫ് പ്രൂഫ് ആയിരിക്കും, അത് പിന്നെ മുന്നോട്ട് പോകും. അല്ലാത്തപ്പോൾ അത് വൻ പ്രശ്നങ്ങളായി വരത്തില്ല. അതൊരു പെർഫെക്റ്റ് ഫിലോസഫി ഒന്നല്ല, അതാണ് പ്രശ്നം. ഇത് ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് തിങ്. പക്ഷെ വേറൊരു കാര്യത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഈ ആക്സലറേഷൻ ഫിലോസഫിയാണ് നമ്മുടെ കോവിഡ് വാക്സിൻ. അതെ, കോവിഡ് വാക്സിൻ അതാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അവിടെ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് തെറ്റാ. നമുക്കിത് പയ്യെ നോക്കിയാലും മതിയായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മള് ഡെവലപ്മെന്റ് സ്റ്റേജിൽ നോക്കുവാണെങ്കിൽ 3 to 5 years വേണം വാക്സിൻ. വേറെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാതെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഈ സംഭവം നടന്നേ പറ്റൂ. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് അതിനെ ഇങ്ങനെ കർവ് ചെയ്യാൻ നോക്കുക. അതെ, അത് നമ്മൾ ആൾക്കാർ പ്രഡിക്ഷൻ വെച്ചിട്ടാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, അതിനു മുമ്പ് നമ്മുടെ അഗ്രികൾച്ചർ റെവല്യൂഷൻ വന്നു. അതിലൊക്കെ നമ്മള് ആസ് ഹ്യൂമൻസ് ഭയങ്കര പെട്ടെന്ന് അങ്ങ് ഡെവലപ്ഡ് ആയി ഈ അഡ്വാൻസ്മെന്റ്സ് വന്നുകൊണ്ട്. അവര് ആൾക്കാർ ഈ ഫ്യൂച്ചറിസത്തിന്റെയും ആക്സലറേഷനിസ്റ്റുകളും വിചാരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദിസ് ഷോസ് ദ പ്രോഗ്രസ് ഇസ് ഹാപ്പനിങ്. ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോ പ്രോഗ്രഷൻ ഉണ്ട്. പിന്നെ ഇത് ഫാസ്റ്ററായി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ബെറ്റർ ആവാലോ. ഈ പോസ്റ്റ് സ്കാർസിറ്റി എന്ന് പറഞ്ഞ സിവിലൈസേഷനിലേക്ക് എത്താനാണ്, രോഗങ്ങളില്ലാത്ത, വിശപ്പില്ലാത്ത, പോവർട്ടി ഇല്ലാത്ത ലോകത്തിലേക്ക് അവർ പെട്ടെന്ന് എത്തിക്കാനാണ് നോക്കണേ. അവരുടെ ഫിലോസഫി പെട്ടെന്ന് ഫിക്സ് ചെയ്യുക. അതായത് അവരുടെ ലൈഫ് ടൈമിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫ് ടൈമിന്റെ ഉള്ളിലെങ്കിലും, അതായത് അടുത്ത ജനറേഷന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ് അവരുടേത്. പിന്നെ ഇത് ലോങ് ടേമിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇലോൺ മസ്ക് ഒക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി ലോങ് ടേം ആയിട്ടുള്ള തിങ്കിങ് ആണ്. അതായത് ആക്സിലറേഷനിസം എനിക്കറിയില്ല. ഫ്യൂച്ചറിസം വന്നത് ഇറ്റലിന്നാണ്. ഫ്യൂച്ചറിസം വന്നത് ഇറ്റലി. ആക്സിലറേഷൻ നമ്മുടെ സത്യം പറഞ്ഞ ആ ഒരു ഫിനോമിന മിക്കവാറും ഹ്യൂമൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണും. കാരണം രണ്ടുപേരുണ്ട്, റിസ്ക് ടേക്കിംഗ് ആൾക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. റിസ്ക് ടേക്കിംഗ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു രീതി വേണമെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ആ ഒരു പർട്ടിക്കുലർ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് നമുക്ക് വേണേൽ പറയാം. റിസ്ക് ടേക്കിംഗ് ആൾക്കാര് റിസ്ക് ടേക്കിംഗ് പറഞ്ഞാൽ സ്റ്റുപ്പിഡ് ആയിട്ട് റിസ്ക് എടുക്കാലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ അതുപോലെ ഫ്യൂച്ചറിസം, അതെ ഫ്യൂച്ചറിസവും ആക്സിലറേഷനിസം ഞാൻ കറക്റ്റ് ആണെന്നല്ല പറയണേ. ഇതിന്റെയൊക്കെ ഒറിജിൻ അല്ല, അത് എനിക്ക് തോന്നണില്ല. ഈ റിസ്ക് ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക് ആർ ബെറ്റർ ദാൻ റാൻഡം റിസ്ക് അല്ലേ? പക്ഷെ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണമെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിന്നെ അതിന് ഡേറ്റ പോയിന്റ്സ് ഉണ്ട്, നമുക്ക് കുറെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു പഴയ കാലത്ത് ഇതൊന്നും അവൈലബിൾ അല്ല. ഇല്ല അല്ല, നമ്മള് ചെയ്യുമ്പോഴാണല്ലോ ഡേറ്റ കിട്ടുന്നത്. പക്ഷെ ഫ്യൂച്ചറിസത്തിലെ ഒരു പോയിന്റ് എനിക്ക് വാലിഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഈ വാർ വരുമ്പോഴാണ് കൂടുതൽ ഇന്നോവേഷൻ വരുന്നത് എന്നുള്ളത് ഒരു അത് ആക്ച്വലി തെറ്റായ ധാരണയാണ്. അത് വാറുണ്ടാകുമ്പോ വെപ്പൺസ്, ഡിഫൻസ് ആണേലും ഇപ്പൊ ആറ്റം ബോംബൊക്കെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് തന്നെ
ആ വാറൊക്കെ ഉള്ളോണ്ടല്ലേ, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത ഇല്ല, ഇല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ടല്ലേ. അത് കണ്ടുപിടിച്ചത് നല്ലതാണോ അല്ലെന്നുള്ളത് മറ്റൊരു ചോദ്യം. പക്ഷെ അത് ഞാൻ അങ്ങനത്തെ പറഞ്ഞ ഒരുപാട് വെപ്പൺസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ഫാസ്റ്റർ ആണ്. പിന്നെ ഇതൊരു സയന്റിഫിക് പ്രൊജക്ട്സിന്റെ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ മേജർ ആയിട്ട് ടോപ്പ് 2 വരുന്ന 2 കാര്യമാണ്. ഒന്ന് ISIS പ്രൊജക്ട് ഉണ്ട്, മറ്റേ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS. രണ്ടാമത്തെ ആദ്യത്തെ സാധനം അതിനേക്കാളും മുന്നേ വരുന്നത് മാൻഹാട്ടൻ പ്രൊജക്ട് ആണ്, അതാണ് അറ്റോമിക് ബോംബ് പ്രൊജക്ട്. എന്തിനാണ് ആൾക്കാർ സ്പെൻഡ് ചെയ്തത്? അതാ ഈ സ്പേസ് റേസിനെ കുറിച്ച് പറയുമ്പോൾ സ്പേസ് സ്പിൻ ഓഫിനെ കുറിച്ച് പറയാൻ ആൾക്കാർ ജനറലി പറയാറുണ്ട്. അതായത് സ്പേസ് റേസ് കൊണ്ട് കുറെ നമുക്ക് വെൽക്രോ ഉണ്ടായി, ടെഫ്ലോൺ പാൻ ഉണ്ടായി. അപ്പൊ അതിനൊരു ഓപ്പോസിങ് ആർഗ്യുമെന്റ് ആയിട്ട് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ ടെഫ്ലോൺ പാൻ ഉണ്ടാക്കാൻ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ടെഫ്ലോൺ പാനിലേക്ക് എത്തിയേനെ. നിങ്ങൾക്ക് വെൽക്രോ ഉണ്ടാക്കാൻ, അത് ഇഫ് യു ആർ ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ്, അപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെന്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നേനെ. ഇതിപ്പോ ഒരു സാധനത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നല്ലേ പറയണേ. അപ്പൊ ഇറ്റ് വാസ് പോസിബിൾ, നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഡയറക്റ്റഡ് ടുവേർഡ്സ് സ്പേസ്. അത് വാറിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. മാൻഹാട്ടൻ പ്രൊജക്ട് ബേസിക്കലി മാൻഹാട്ടൻ പ്രൊജക്ട് വാറിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വേൾഡിലെ മേജർ സയന്റിസ്റ്റിനെ എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്തിട്ട്. കാരണം അത് അതേ സെയിം സമയം ജർമ്മനിയില് നീൽ ബോറും അതുപോലത്തെ മേജർ സയന്റിസ്റ്റ് അവിടെയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. യൂറോപ്പിൽ നിന്ന് വന്നല്ലേ അമേരിക്കയിലേക്ക്. ഒരു ടൈറ്റ് ഷെഡ്യൂൾ റിക്വയർമെന്റ് വന്നോണ്ടാണല്ലോ ഇതൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ചെയ്യേണ്ടി വന്നത്. വാൾ വേറെ നിവർത്തിയില്ല. ഇല്ലെങ്കിൽ നമ്മള് ആ സർവൈവൽ ഇത് വരുമ്പോഴാണല്ലോ ഹ്യൂമൻസ് അല്ലെങ്കിൽ എവല്യൂഷൻ പെർഫോം ചെയ്യുന്നത്. അതെ നെസസിറ്റി വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ബേസിക്കലി ആക്ച്വലി ഒരു വാലിഡ് പോയിന്റ് ആണ്. സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് മീൻസ് ആ ഒരു ഏരിയയില്. അതിലിപ്പം ഹ്യൂമൻ കൈൻഡിന് ബെറ്റർ ആയിട്ട്, അതായത് ഇപ്പൊ പോവേർട്ടി കുറയ്ക്കാനോ അങ്ങനെയൊക്കെ കംപ്ലീറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ മേ ബി നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ പല ഏരിയയിലുള്ള ഫോക്കസ്ഡ് ഇന്നോവേഷൻസ്. ആക്ച്വലി നെക്സ്റ്റ് ടോപ്പിക് ഇതിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മളെ ഗ്രൂപ്പ് ബിനെ കുറിച്ച് സംസാരിച്ചല്ല, അതിലേക്ക് എങ്ങനെ എത്തിയെന്നാണ്. കാരണം ഈ റേസിംഗ് ഒക്കെ ഒരു നെസസിറ്റി അല്ലല്ലോ. റേസിംഗും അതിന്റെ റിലേറ്റഡ് സ്പോർട്സും മോട്ടോർ സ്പോർട്സും ഇല്ല. പക്ഷെ അതെല്ലാരും ചെയ്യുന്നില്ലല്ലോ. അതൊരു ഗ്രൂപ്പ് ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ കാണാല്ലേ. ഡോപ്പമിൻ നിനക്ക് ഇപ്പൊ വെറുതെ പഴം തിന്നാലും കിട്ടും. അല്ല, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാത്തതാണല്ലോ. ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അഡ്രിനാലിൻ പറ്റില്ല, ഡോപ്പമിൻ കിട്ടും. പക്ഷെ അഡ്രിനാലിൻ കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. അഡ്രിനാലിൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതെ അഡ്വഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലേ ഞാൻ കിട്ടുള്ളൂ. എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി അതൊക്കെ ചെയ്ത അഡ്രിനാലിൻ. ഫ്യൂച്ചറിസത്തിനും കണക്ഷൻ എടുത്തിട്ട് അത് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാന്നാണ്. യെസ്, അടുത്ത ടോപ്പിക് ഇതാണ്, നമ്മുടെ റേസ് മോട്ടോർ സ്പോർട്സിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ബേസിക്കലി മോട്ടോർ സ്പോർട്സ് വരണമെങ്കിൽ ആദ്യം മോട്ടർ ഉണ്ടാവണം അല്ലേ? ഇപ്പൊ മോട്ടർ വണ്ടികളൊക്കെ വന്നത് വണ്ടി ഉണ്ടെങ്കിലേ മോട്ടോർ സ്പോർട്സ് ഉള്ളു. അപ്പൊ അത് വന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ 19th സെഞ്ചുറി അല്ല 19th സെഞ്ചുറിയിലാണ് വരുന്നത് ഈ മോട്ടോർ സ്പോർട്സ് ഒക്കെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സൈക്കിൾ ചവിട്ടിയിട്ട് റേസ് പോകണമെന്നറിയാം. ഇന്ത്യയിൽ സൈക്കിൾ ഉണ്ട്, ഇന്ത്യയിൽ സൈക്കിൾ ഉണ്ട്, നമ്മുടെ കൂട്ടുകാരയിലൊക്കെ സൈക്കിൾ ഉണ്ട്. അപ്പൊ നമ്മൾ റേസ് ഇടിക്കും. അതായത് നമ്മൾ ഈ കവലയാണ്. അതെ, ആദ്യം ഓട്ടമായിരുന്നു. അതെ, സൈക്കിൾ കിട്ടിയപ്പോ ഞാൻ പിന്നെ ടയറുള്ള ഒരു സാധനം ആയിക്കോട്ടെ വിചാരിച്ചു പറഞ്ഞത്. പിന്നെ നമ്മൾ ആദ്യം ഓട്ടമായിരുന്നു, ഇവിടെ തൊട്ടിട്ട് ആ തെങ്ങ് വരെ. അപ്പൊ ഇത് ആക്ച്വലി റേസിംഗിൽ ഉണ്ടായിരുന്നു. അതിനാണ് ടൗൺ ടു ടൗൺ എന്നാ പറയാ. അപ്പൊ നമ്മുടെ ഓഡിയുടെ ഒരു മോഡലൊക്കെ ഉണ്ട്, ഓഡി TT, ഒരു കൂപ്പെ വണ്ടിയുണ്ട്. അതിന്റെ TT വരുന്നത് ഈ ടൗൺ ടു ടൗണിൽ നിന്നാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ ടൗൺ ടു ടൗൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് റേസിംഗ് എന്നാ പറയാ.
പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ടൗൺ ടു ടൗൺ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ? അത് ടൗൺ ടു ടൗണിൽ തന്നെ, പക്ഷെ അതിന്റെ ഒരു റേസിങ് ആദ്യം ആരെത്തും ജയിച്ചു പോണത്, അത് ഈ പ്രൈവറ്റ് ബസ്സുകാർ ചെയ്യണതാണ് ടൗൺ ടു ടൗൺ റേസിങ്. അപ്പം കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. സോ ബേസിക്കലി ഈ സംഭവം നടക്കുന്നത് കുറെ സ്ഥലത്തൊക്കെ നടന്നിരുന്നു, യൂറോപ്പിലൊക്കെ കാര്യമായിട്ടൊക്കെ നടന്നിരുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് റേസ് ചെയ്ത് പോവുക, അവിടെ ആദ്യം എത്തുന്ന ആള് വിൻ ചെയ്യും, അങ്ങനത്തെ കോൺസെപ്റ്റ് ആണ് ബേസിക്കലി. പക്ഷെ അതിനൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് മൊത്തം റേസ് കാണാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഒരു ടൗണിൽ നിന്ന് പോകുന്ന കാണാം, അല്ലെങ്കിൽ മറ്റു ടൗണിൽ എത്തുന്ന കാണാം, പിന്നെ ഫൈനലിൽ നിൽക്കണ. ഇത് 19th സെഞ്ചുറിയില്, ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചറിസത്തിനൊക്കെ മുന്നേ, വേൾഡ് വാർ 1 മുന്നേ. അപ്പം അപ്പോഴൊക്കെ കാർ വേണമല്ലോ. എന്തോ ഇതെന്താണ് മോട്ടോർ ബി റാലിയോ? ഇല്ല, ഇത് ഞാൻ മോട്ടോർ സ്പോർട്സിനെ കുറിച്ച് പറയുന്നതുള്ളൂ, ഞാൻ ഗ്രൂപ്പ് ബിയിലേക്ക് എത്തുന്നുള്ളൂ. ജനറലി കാർ റേസിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് 1890s വന്നൊരു കോൺസെപ്റ്റ് ആണ്, കുറച്ചും കൂടി ഇങ്ങനെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയത്. കാരണം കാറ് വന്നു, കാറ് അബണ്ടന്റ്ലി അവൈലബിൾ ആയിരിക്കണം, എന്നാലാണ് ഈ കാർ ഇങ്ങനെ ചാറാക്കി ഓടിക്കാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. യൂറോപ്പില് മാത്രമല്ല, വേൾഡ് വൈഡ് എല്ലായിടത്തും. ഇപ്പൊ നമ്മളിപ്പോ യൂറോപ്പിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്താണ് പറയണത്, കാരണം നമ്മൾ ഗ്രൂപ്പ് ബിയിൽ എത്തണമല്ലോ. അപ്പൊ കുറെ ടീമുകളും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ ഈ പ്രോബ്ലം വരുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഇതൊരു സ്പോർട്ടിന്റെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ ഞാൻ പറയാം ഇതിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ ബേസിക്കലി സ്പോർട്സ് ബേസിക്കലി എങ്ങനെ ഒരു സ്പോർട്ട് കാണാൻ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയിരുന്നല്ലേ കാണാം. അപ്പൊ ക്രിക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ഓടി നടന്ന് ക്രിക്കറ്റ് ആണെങ്കിൽ നമ്മൾ പിന്നാലെ ഓടിക്കൊണ്ട് വരില്ലേ. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമാണ് താനും, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം ഇന്ന് കാണാൻ പറ്റില്ല. അപ്പോഴാണ് ഇവര് എന്ത് ചെയ്യണു, ഈ ടൗൺ ടു ടൗൺ എന്ന് മാറിയിട്ട് പണ്ട് ഈ ഹോഴ്സ് ട്രാക്കുകൾ ഉണ്ടായിരുന്നു, ഈ കുതിരേനെ ഓടിച്ച് റേസ് ചെയ്യണ ട്രാക്കുകൾ ഉണ്ടായിരുന്നു. ആ ട്രാക്കുകളിലേക്ക് കുതിരേനെ മാറ്റി വണ്ടികൾ ഇറക്കി ഇവര്. അപ്പൊ അങ്ങനെ എനിക്കൊരു സാധനം തോന്നിയിട്ടുണ്ട്, ഇത് പല രീതിയിലാണ് ആൾക്കാർ ഡോപ്പിംഗ് കൊടുക്കുന്നത്. കാരണം ഞാൻ അവിടെ ഇടയ്ക്ക് ഈ ഹോഴ്സ് റേസിംഗിന്റെ ഒരു സാധനത്തിന് പോയിട്ടുണ്ട്, UK-ലായിരുന്നു. ഭയങ്കര അത് അവിടെ ഇത് ആദ്യം ഒരു റേസിംഗിന്റെ സ്ഥലത്തിന്റെ ബെറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരും. ബെറ്റിംഗ് ഉണ്ട്, അത് ഞാൻ പറയാൻ വരിക. വൻ സീൻ സംഭവമാണ് ഈ ബെറ്റിംഗ്. ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഹോഴ്സ് റേസിംഗിന്റെ ട്രാക്കിലായി കഴിയുമ്പോഴാണ് ഇവർക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യമാണ്. റേസിംഗ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, മനസ്സിലായ. ഇത് ഓർഗനൈസേഴ്സിനൊക്കെ കാശ് കിട്ടുന്നുണ്ട്. അവര് ചിലപ്പോ ഒന്നെങ്കിൽ 2-5 പൗണ്ട് കൊണ്ട് വരും, പക്ഷെ അവര് ക്യാപ്പ് വെക്കും 5 പൗണ്ട് കൊണ്ടേ വരത്തുള്ളതാണ്. പക്ഷെ തിരിച്ചു വന്ന് 60-70 പൗണ്ട് കൊണ്ടായിരിക്കും ബെറ്റ് ചെയ്തിട്ട്. ഇല്ലെങ്കിൽ ഒന്നുമില്ലാണ്ടും പോകും. അങ്ങനത്തെ കുറെ പേരുണ്ടോ? അവരുടെ സ്റ്റോറീസ് പറയപ്പെടുന്നില്ല എന്നുള്ളൂ. അവര് നൈസായിട്ട് മിണ്ടാതെ വീട്ടിൽ പോയി 0 പൗണ്ട് കൊണ്ട് റിലാക്സ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ട്രാക്കിലേക്ക് വന്നല്ലോ. അപ്പൊ ഇത് കമേഴ്ഷ്യലൈസ് ആവാൻ തുടങ്ങി. അതായത് ഇപ്പൊ ആൾക്കാർക്ക് വന്ന് കാണാം ബേസിക്കലി എന്താ നടക്കുന്നത്. ഈ റേസൊക്കെ ഫാമിലി ആയിട്ട് വന്ന് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് പോപ്കോണും തിന്ന് ഫുഡും കഴിച്ച് 2 ബിയറൊക്കെ അടിച്ച് ബെറ്റൊക്കെ ചെയ്ത് കാശൊക്കെ സ്പെൻഡ് ചെയ്ത്. അപ്പൊ ഇതിന്റെ ഓർഗനൈസേഴ്സിന് ഇതിന്റെ ആ പൊട്ടൻഷ്യൽ ശരിക്കും മനസ്സിലായി. കാരണം ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ എക്കണോമി ഒരു രീതി ഗ്രോ ചെയ്യും പറഞ്ഞു തരുമ്പോ. ഇത് വൈഡ് സ്പ്രെഡ് ആകുമ്പോൾ എക്കണോമി ഗ്രോ ചെയ്യും. സ്പെൻഡിങ് വരുന്നുണ്ടല്ലോ, ആ ഒരു എക്കണോമിക് സൈക്കിൾ നടക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ റേസിംഗ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഒരു മോണിറ്ററി ഇൻസെന്റീവ് ഇത് നടത്തിപ്പുകാർ കൊടുക്കുമല്ലോ. ഈ സ്റ്റേഡിയംകാർക്കാണ് കൂടുതൽ റവന്യൂ ഉണ്ടാവണേ.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു വലിയ മ്യൂസിക്കൽ ഇവന്റ് നടത്തുമ്പോ ഇതിന്റെ ഓർഗനൈസേഴ്സിന് കുറെ കാശ് കിട്ടുമ്പോൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് കാശ് കൊടുക്കുമല്ലോ. ഇതിലത്തെ ആർട്ടിസ്റ്റുകളാണ് ഇതിലെ റേസേഴ്സ്. ഇവർക്ക് ഇതിനകത്ത് റിവാർഡും കിട്ടുന്നുണ്ട് ഈ റേസ് വിൻ ചെയ്യുന്നതിനനുസരിച്ച്. മറ്റേത് എന്താണ്, ഒരു ടൗൺ ടു ടൗണിൽ പോകുമ്പോ ഇവർക്ക് റവന്യൂ കുറവായിരുന്നു. ഇതിപ്പോ കുറെ റവന്യൂ ആയപ്പോ ഈ റേസേഴ്സിനും ഈ വണ്ടി വണ്ടി കൊണ്ടുപോകുന്നവർക്കും ഒരു ബെനിഫിഷ്യലായി. ഈ പണ്ടത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് വണ്ടി ഇറക്കായിരുന്നു, നിനക്കൊരു കാശുണ്ട്, നീ നല്ല സൂപ്പർ വണ്ടി ഇറക്കി ഏത് വണ്ടിയാണെങ്കിലും ട്രാക്കിൽ ഇറക്കാം. പിന്നെ കുറെ റൂൾസ് ഒക്കെ ഇങ്ങനെ സെറ്റായി വന്നു. അപ്പോഴും ഈ ട്രാക്കിലൊക്കെ ഓടിക്കുന്ന ഇത് വൻ വൈബ്രന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴും ഈ പണ്ടത്തെ ഈ പോയിന്റ് ടൗൺ ടു ടൗൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറെ ദൂരം ട്രാവൽ ചെയ്യാം. ഇത് വെറുതെ മറ്റേത് വട്ടത്തിലും ചെറിയൊരു ട്രാക്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ പോകുന്നുള്ളൂ. ഇത് കുറെ ദൂരം ട്രാവൽ ചെയ്യാം ഇത് ഡ്രൈവ് ചെയ്യുന്നവർക്ക്. അപ്പൊ അവര് എല്ലാരും കൂടി ഓർഗനൈസ് ചെയ്തിട്ട് അന്ന് മൊണാക്കോനെ കുറിച്ച് നമ്മൾ F1 സീരീസിൽ പറഞ്ഞിട്ടുണ്ടായി. മൊണാക്കോലത്തെ മെയിൻ രാജാവാണെന്ന് തോന്നുന്നു ഓർഗനൈസ് ചെയ്തു. ഫസ്റ്റ് എന്താണ് റാലിയുടെ പേര് 1911 ഒരു റാലി ഓർഗനൈസ് ചെയ്തു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തെ യൂറോപ്പിലത്തെ ഒരു ടൗണിൽ നിന്ന് എല്ലാവരും വണ്ടി ഓടിച്ച് ഈ മൊണാക്കോയിലെ ഈ ടൗണിലേക്ക് വരും. അതായിരുന്നു ആദ്യത്തെ 1911 ഇത് ഒരു റാലി ആയിട്ട് വന്നത്. അങ്ങനെയാണ് റാലി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഉണ്ടാവുന്നത്. ഈ റാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1911 മോണ്ടെ കാർലോയിലേക്കാണ് ഇവരെല്ലാരും വന്നത്. മൊണാക്കോല എന്നൊരു സ്ഥലമാണ് മോണ്ടെ കാർലോ. അതെ, കാസബ്ലാങ്ക ഒക്കെ ഉള്ളത് അവിടെയാണ്. മോണ്ടെ കാർലോയുടെ ഒക്കെ ഒരു ഭയങ്കര സീനിക് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എല്ലാവരും ഓടിച്ചു വരാണ്. പിന്നെ ഇതിനും കുറെ ഓഡിയൻസ് ആയി തുടങ്ങി. അപ്പൊ ആൾക്കാരും എന്ത് വിചാരിച്ചു, ഇതിന്റെ ഓർഗനൈസേഴ്സും നടത്തിപ്പുകാരൊക്കെ എന്ത് വിചാരിച്ചു, ഇത് പല സ്ഥലത്തുനിന്ന് വരല്ലേ, ഇത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ എന്താ അടുത്ത വഴി, ഈ വലിയ വലിയ ജേണികള് ഷോർട്ട് ആക്കി. എന്നിട്ട് കുറെ ചെറിയ സ്ഥലത്തുള്ളതിന് കാണാൻ കുറെ ആൾക്കാർ. അപ്പൊ മറ്റേത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ പാരീസിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും മോണ്ടെ കാർലോയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇയാളുടെ വണ്ടി വൻ ജെറ്റ് ഇട്ടായിരിക്കും പോണെ. അപ്പൊ ഇയാളെ ഈ പോണ ടൗണിലുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഈ വഴിയിലുള്ള ആൾക്കാർക്ക്. ഇപ്പൊ ഒരാൾക്ക് മറ്റേ പോയിന്റ് റേസിംഗിലുള്ള പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായി. പാരീസിലുള്ളവർക്ക് കാണാം, പിന്നെ മോണ്ടെ കാർലോയിൽ എത്തുമ്പോഴായിരിക്കും ഇവനെ കാണണ്ടാവുക. ഇവരെല്ലാരും മോണ്ടെ കാർലോയിൽ വന്നിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇവര് ജമ്പ് ചെയ്ത് ട്രാവൽ ചെയ്ത് വരണം ഇവനേലും സ്പീഡില്. ഇവനാണെന്ന് വെച്ചാൽ അവിടെ. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആർക്കും ഇതിൽ കയറാം, എൻട്രി ചെയ്യാം. അപ്പം ഇതേ ടൈമിലാണ് ഈ ഷോർട്ട് ഡിസ്റ്റൻസിന് ഓഡിയൻസ് അങ്ങ് കൂടി. അതായത് ഈ ചെറിയ സ്ഥലത്തുനിന്ന് ഉള്ള ജേർണി റാലിക്ക് ഭയങ്കര ഓഡിയൻസ് അങ്ങ് കൂടി. ആൾക്കാരൊക്കെ ഇങ്ങനെ തിങ്ങിയൊക്കെ നിൽക്കും. അപ്പോഴാണ് വേൾഡ് വാർ 2 നടക്കണേ. വേൾഡ് വാർ 2 നടന്നു കഴിഞ്ഞപ്പോ ഇതൊക്കെ നിന്ന് ഒന്നും ഇല്ലാണ്ടായി. പക്ഷെ വേൾഡ് വാർ 2ന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആണുങ്ങളും യുദ്ധത്തിന് പോയി, പെണ്ണുങ്ങളും യുദ്ധത്തിന് പോയി. പക്ഷെ കുറെ മെക്കാനിക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ വാറിന് ആവശ്യമുണ്ടല്ലോ, ടാങ്കുകൾ നന്നാക്കാൻ, പ്ലെയിൻ നന്നാക്കാൻ. ഇവന്മാര് യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്ത് സംഭവിച്ചു, ഇവർക്ക് നോക്കുമ്പോ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് എല്ലാ നോളജ് അറിയാം, എഞ്ചിനെ കുറിച്ചും. അന്നത്തെ ഏറ്റവും ടോപ്പ് ടെക്നോളജി ആയിരുന്നല്ലോ യുദ്ധത്തിന്. ഇപ്പൊ റോഷൻ നേരത്തെ പറഞ്ഞ മാതിരി വാറിന്റെ സമയത്ത് എന്തായാലും അഡ്വാൻസ് ടെക്നോളജി ആയിരിക്കും ഉണ്ടാവുക. വേൾഡ് വാർ 2 കഴിയുമ്പോഴേക്കും ഇവരെല്ലാരും തിരിച്ചു വന്നു. ഇത് യൂറോപ്പിനെ കുറിച്ചാ പറയണേ. റാലി എല്ലായിടത്തും നടക്കും. റാലി ഇറ്റലി തൊട്ടിട്ട് മുകളില് നോർവേയിൽ വരെ റാലി നടക്കും. അപ്പോഴാണ് അപ്പം ജനറലി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെക്കാനിക്കുകളും ഇവരൊക്കെ തിരിച്ചെത്തിയപ്പോ കൂടുതൽ ഇപ്പൊ നീ യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോ നീ നോളേജ് ആയിട്ടാ വരുന്നത്. മറ്റേത് റിച്ച് ആൾക്കാരിൽ മാത്രമേ ഈ നോളേജും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും എല്ലാരേലും ഇപ്പൊ നിന്റെ കുറച്ച്
നിന്റെ ഫ്രണ്ട്സ് ആയിട്ടൊരു കാർ റേസിംഗിന്റെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയി. നിനക്കും നിന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഈ വണ്ടിയുടെ പണി. അപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് ഇതിന്റെ റേസിംഗ് അങ്ങ് ബൂമായി. വേൾഡ് വാർ 2 ശേഷം എല്ലാരും റേസിംഗിലോട്ട് ഇറങ്ങി. അപ്പോഴാണ് എന്നിട്ട് ഈ 1950s ആണ് ഫോർമുല 1 ഉണ്ടാവുന്നത് തന്നെ. FIA ആണ് ഫോർമുല 1 ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടൈമില്. ഒരു പ്രത്യേക റൂൾ ബുക്ക് ഒക്കെ അതിനുണ്ടാക്കി. മറ്റേത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലടാ. നോ പ്രോബ്ലം. എക്സിറ്റ് ആയി, കുഴപ്പമില്ല. വിൻഡോസ് അപ്ഡേറ്റ് എടുത്ത പെർഫെക്റ്റ് ഒരു പരസ്യമില്ല. സ്പേസ് വിടുന്ന. അപ്പം മോട്ടോർ സ്പോർട്സ് ശരിക്കും ബൂമായി ആ ടൈമില്. അപ്പൊ ഈ മോട്ടോർ സ്പോർട്സ് ബൂം ആവണതിന്റെ ടൈമില്, ബൂമായി കഴിഞ്ഞതിന് ശേഷമാണ് ഫോർമുല 1 ആദ്യമായിട്ട് FIA കൊണ്ടുവരുന്നത്. FIA അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ ആണ് മോട്ടോർ സ്പോർട്സിന് വേണ്ടിയിട്ട് ഈ റെഗുലേഷൻ ഒക്കെ ചെയ്യണത്. ഒരു സെൻട്രൽ ബോഡിയാണ്. ആ സമയത്താണെന്ന് വെച്ചാൽ ചറബറ റാലികൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ. എല്ലാരും ഇപ്പൊ ആര് വേണമെങ്കിലും റാലി തുടങ്ങാന്നുള്ളൊരു സ്കീമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. യൂറോപ്പ് മൊത്തമായിട്ടാ. UK-യിലും നോർവേയിലും ഇറ്റലിയിലും സ്പെയിനിലും എവിടെയൊക്കെ റോഡുണ്ടോ അവിടെയൊക്കെ റേസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. വണ്ടി കൊണ്ട് പോകും. ഇപ്പൊ റാലി മാത്രമല്ല, എല്ലാം ഉണ്ട്. അപ്പോഴാണ് ഈ FIA എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഈ റാലിനെ കുറിച്ച് ശരിക്കും കൺസിഡർ ചെയ്ത് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവര് ഒരു റൂൾ ബുക്ക് ഉണ്ടാക്കി, ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇതിന് കൊണ്ടുവന്നു ഈ FIA. ഇത് FIA-യുടെ അണ്ടറിൽ വന്നതിന് കൂടിയിട്ട് ഇവര് ആദ്യം മൊണാക്കോ, നമ്മുടെ മോണ്ടെ കാർലോയിലത്തെ റാലി ഈ റൂൾസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് മോണ്ടെ കാർലോക്കാർ ഈ റൂൾസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ബാക്കി എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ റാലി നമ്മുടെ ഇറ്റലിയുടെ സദേൺ മോസ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കി. അപ്പൊ ഇറ്റലിയുടെ സദേൺ മോസ്റ്റ് ടിപ്പായ സിസിലി തൊട്ടിട്ട് നോർവേയിലത്തെ അവിടെ ചെളിയും മണ്ണൊക്കെ ഫുൾ മഴയൊക്കെ വരുന്ന സ്ഥലമാണ് ഇറ്റലിയില്, സദേൺ ഇറ്റലിയില്. നമ്മുടെ ഈ മോണ്ടക്കാർലോയിലൊക്കെ എങ്ങനെയാ വെച്ചാൽ സൂപ്പർ റോഡാണ്. ഫോർമുല 1 ഒക്കെ വണ്ടി ഓടിക്കണത് അവിടെയാണ്. അവിടെ ഓടിക്കും. സ്നോ നിറച്ചുള്ള സ്ഥലമായ നോർവേയിലും ഈ തൊട്ടെല്ലാം അവിടുത്തെ ഈ സാധനങ്ങൾ ഓടിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന് ഓരോ കാറ്റഗറികൾ ഉണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് 6ഓളം കാറ്റഗറി ഇവര് ക്രിയേറ്റ് ചെയ്തു, ഓരോ വെയിറ്റ് ക്ലാസ്സും ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഓർഗനൈസ്ഡ് ആണല്ലോ. അപ്പം ഇവര് ഈ കൊണ്ടുവന്ന ഈ ബേസിക്കലി ഈ സാധനത്തിന്റെ പേരാണ് വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ കൊണ്ടുവന്നത്. WRC. നമ്മള് WRC ഇന്നും ഉണ്ട്. WRC എന്ന് പറഞ്ഞാൽ ഇതിന്റെ അംബ്രലയിൽ വരുന്നതാണ് പല പല കാറ്റഗറി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 6ഓ 8ഓ കാറ്റഗറി ഉണ്ടായിരുന്നു ആ ടൈമില്. അപ്പം ഇപ്പൊ ഇതിന്റെ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ വൻ പോപ്പുലാരിറ്റിയാ. ഫോർമുല 1-ലേലും പോപ്പുലാരിറ്റിയാ. കാരണം എന്താ വെച്ചാൽ ഫോർമുല 1-ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്പെസിഫിക് ഡയമെൻഷനില് ഭയങ്കര വെൽത്തി ആയിട്ടും ഹൈ പെർഫോമൻസ് എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ്, വെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നതും. എക്സ്പെൻസീവ് ആയിരുന്നു. റാലിയിൽ അങ്ങനെയല്ല. സ്റ്റോക്ക് കാർസ്, അതായത് ഷോറൂമിൽ നിന്ന് എടുക്കുക, റേസിങ്ങിന് കൊണ്ടുപോവാ. നിങ്ങളും ഇച്ചിരി മോഡിഫൈ ചെയ്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം. അപ്പൊ ഇച്ചിരി റൂൾസ് ഒക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ലാക്സ് ആയിരുന്നു. ഫോർമുല 1-ന്റെ അത്ര റൂൾസ് ഇല്ല. ഈ ഇത് പല സീരീസുകളുണ്ട്. ഇതിനെ വേൾഡ് WRC എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ സീരീസ് ആണ്. ഇതിന്റെ ഉള്ളിൽ പല പല ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അപ്പോഴും റോട്ടിൽ കൂടെ, അതായത് സാധാ പബ്ലിക് റോട്ടിൽ കൂടെ ഓടിക്കണേ. പബ്ലിക് റോട്ടിൽ കൂടെ, ചെളി കൂടെ, മണ്ണിൽ കൂടെ, മലയുടെ സൈഡിൽ കൂടെ, നമ്മുടെ ഏത് ശോക റോഡ് കണ്ടോ അവര് അതിനെ കൂടെ അങ്ങ് ഓടിക്കും.
ഇന്ന 4 സ്ഥലം തൊട്ട് ഇന്ന ടയർ സ്ഥലം പോകുമ്പോ അവിടെ റാലി 4 ടയർ പോവും അവിടെ വണ്ടി ഓടിക്കും. ഇല്ല. ഏത് കാരണമൊന്നുമില്ല. അപ്പൊ ഒട്ടുക്കത്തെ ഫാൻസ്. അതായത് ഒരു സമയത്ത് ഇതിന് എത്രയാണ് 4 ലക്ഷത്തിന്റെ അടുത്ത് ഫാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് കൂടിയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ കമ്പയർ ടു ഫോർമുല 1 ഒരു വല്ല 50,000 ഫാൻസ് സമയത്ത് ഇത് 4 ലക്ഷം ഉണ്ടായിരുന്നത് ആ ടൈമില്. പിന്നെ ആൾക്കാർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ വണ്ടി ഇപ്പൊ വണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ഇതില് ഇൻവോൾവ് ആവാൻ താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ കുറെ സ്പെൻഡ് ചെയ്യണ്ട, എനിക്ക് റെസ്ട്രിക്ഷൻസും കുറവാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഇവര് വൻ ടെക്നോളജികളാണ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഉള്ളില്. അങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഇതില് WRC എങ്ങനെയാന്ന് വെച്ചാൽ അതെ അതെ അതെ, സൈഡില് നാവിഗേറ്റർ ഉണ്ടാവും കൂടെ. സമീർ യുവർ ബ്രേക്കിംഗ് ദ കാർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, വൻ കോമഡി. ഇതാണ് റാലി. അപ്പം നമ്മുടെ അവിടെയൊക്കെ വൻ ഫാൻസ് ആണ് കേരളത്തിലൊക്കെ. പിന്നെ ഇപ്പൊ എന്താണ് റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ ലാൻസർ, സീഡിയ ഒക്കെ ഈ സാധനത്തിന്റെ മെയിൻ ആൾക്കാർ, ജിപ്സി ഇതൊക്കെ റാലിക്ക് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാ നമ്മുടെ അവിടെ. അതാണ് ഇതിന്റെ ഗുണം. അപ്പൊ അതായത് നമുക്ക് പരിചയമുള്ള വണ്ടികളുണ്ട് ഈ റാലിക്കകത്തൊക്കെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അറിയാം. നമ്മൾ ഫോർമുല 1 അറിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് റാലി അറിയണ്ടാവും ഒരു സാധാരണക്കാരനോ, അല്ലെങ്കിൽ അതൊരു ജെനുവിൻ മോട്ടോർ സ്പോർട്ടാണ്. അപ്പം ഇതിന്റെ WRCയുടെ റൂൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു 20,000 പ്രൊഡക്ഷൻ വണ്ടികളുള്ള മോഡലാ ഇതിനകത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് റൂള് കൊണ്ടുവന്നിട്ടുണ്ട് ഇവര്. അതായത് ചുമ്മാ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഒറ്റ വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും ഇതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇത് ആ കോമൺ ആൾക്കാരുടെ ഇതും നോക്കി എന്താണ് ഓട്ടോമേക്കേഴ്സ് വൻ സൈക്കോ ആവാനും പാടില്ല, അങ്ങനത്തെ രീതിയിലേക്കുള്ള ഇതിന് വേണ്ടിയിട്ട്. ഇതില് നിങ്ങക്ക് എന്ത് എഞ്ചിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അങ്ങനത്തെ ടൈപ്പാണ്. ഭയങ്കര എക്സ്ട്രീം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ ഇറ്റ് ഹാസ് ടു ബി എ റോഡ് ഗോയിങ് കാർ. ഒന്നും പ്രശ്നമില്ല. പക്ഷെ സ്റ്റോക്ക് കാർ ആയിരിക്കണം. അതായത് നിന്റെ ഇനി 20,000 വണ്ടി ഉണ്ടാക്കില്ലേ, ആ വണ്ടി ഇതുപോലെ ഇരിക്കണം. അപ്പൊ വണ്ടി മാറും. അതാ പറഞ്ഞത്. നിങ്ങള് റോഡ് ലീഗല് ഹോമോലഗേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. റോഡ് ലീഗൽ ആയിട്ടുള്ള നിങ്ങൾ 20,000 വണ്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്ന് റേസ് ചെയ്യാം. ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ആർക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ജനറലി ഓട്ടോമേക്കേഴ്സ് ആയിരിക്കുമല്ലോ. അതിലൊക്കെ പുലികൾ ഉണ്ടായിരുന്നു. ലാൻസിയ എന്ന് പറഞ്ഞ ലാൻസിയ ആണ് ഒരു ആദ്യത്തെ, എനിക്ക് തോന്നുന്നു WRCയുടെ 1, 2, 3 റേസ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ അവരാണ് എടുത്തത്. അതുകൊണ്ട് ലാൻസിയയുടെ ഒരു സ്ട്രാറ്റോസ് എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ ഉണ്ട്. ഭയങ്കര ഈ കാർ എന്തൂസിയാസ്റ്റ് സർക്കിളിലൊക്കെ ഭയങ്കര നമ്മൾ ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന സാധനം. പണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ മോഡലൊക്കെ ഈ ലാൻസിയയുടെ. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പൊ ഈ 80s ഈ കുറെ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇവര് കുറച്ചും കൂടി റെഗുലേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പുകളുടെ എണ്ണം കുറയ്ക്കാന്നുള്ള സ്കീമിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ കുറെ ഒന്നും പ്രോഫിറ്റബിൾ അല്ല. പിന്നെ ഈ ഓട്ടോമേക്കേഴ്സിന് എല്ലാ ഈ നിയമങ്ങളൊന്നും പാലിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവര് എല്ലാത്തിനും കുറച്ച് 3 കാറ്റഗറി ആക്കി കൊണ്ടുവന്നു. ഇതിൽ 2 കാറ്റഗറി നല്ല സ്ട്രിക്റ്റ് റൂൾസ് ഉള്ളതും, ഒരു 3rd കാറ്റഗറി കൊണ്ടുവന്നു. ഇതിനകത്ത് റൂളേ ഇല്ല. നിങ്ങക്ക് 20,000 കാറൊന്നും ഉണ്ടാക്കണ്ട, വെറും 200 കാർ ഉണ്ടാക്കിയാൽ മതി ഇതിനെ പോലെ. അപ്പൊ കോസ്റ്റും കുറഞ്ഞു. അപ്പൊ ചെറിയ ചെറിയ ഓട്ടോ മാനുഫാക്ചേഴ്സിനും ഒരു 200 കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷനിൽ കയറാം. പിന്നെ അത് മാത്രല്ല, നിങ്ങള് ഓരോ പ്രാവശ്യം റേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ 200 കാർ ഉണ്ടാക്കേണ്ടി വരില്ലേ? അതിന് പകരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്ത് ട്യൂൺ ചെയ്ത് വലിയ ടർബോ ഒക്കെ കയറ്റിയിട്ട് വിടുവാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എക്സ്ട്രാ ഒരു 20 കാർ ഉണ്ടാക്കാം. അത് മാത്രമാണ് ഈ റൂള് ഇതിന്റെ ഉള്ളില്. അപ്പൊ മനസ്സിലായ? അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് ഇപ്പോ 200 കാർ ഉണ്ടാക്കിയിടാം.
നീ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു 20 കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കാർ നിനക്ക് റേസിന് കൊണ്ടുവരാം. അപ്പൊ അതുകൊണ്ട് കാറിന്റെ ഓരോ നമ്മള് വേരിയന്റുകൾ ഉണ്ടാവാന്ന് പറയില്ലേ, വേരിയന്റുകൾ ഉണ്ടാവണതിനൊക്കെ ഓരോ റീസണുകളാണിത്. പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വെൽത്തിയർ ആൾക്കാരല്ലേ കാർ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് ബെറ്റർ ആൻഡ് ബെറ്റർ കാർസ്. നമ്മള് പീപ്പിൾ മൂവേഴ്സ് ഒക്കെ പിന്നെയാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ ഈ എന്താണ് ജപ്പാനിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ വണ്ടികളൊക്കെയാണ് നമ്മൾ പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ കുറെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അവിടെ നിന്ന് വന്ന വണ്ടികളാണ്. ഇതൊക്കെ യൂറോപ്പിന്റെ കഥയായി പറയണത്. ഇവരെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്ന കേട്ടാ ഈ റാലിയിലൊക്കെ. പക്ഷെ ടോപ്പ് ആൾക്കാര് യൂറോപ്യൻസ് തന്നെയായിരുന്നു. ഫ്രാൻസ്, ഇറ്റലി. എഞ്ചിൻ തുടങ്ങിയ സ്റ്റീം എഞ്ചിൻ അവിടെയാണ്. അതെ, ബേസിക്കലി ഓട്ടോമൊബൈൽ എഞ്ചിനിലേക്ക് വന്നത് യൂറോപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പം യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അവര് എന്താണ് പറഞ്ഞിരുന്നത്, ബേസിക്കലി എഞ്ചിന്റെ ടെക്നോളജി വെച്ച് നോക്കുവാണെങ്കിൽ യൂറോപ്പ് US ഒക്കെ പിന്നെ ഉണ്ടായി. ഇപ്പൊ നീ പറഞ്ഞില്ലേ ഇപ്പൊ 19th സെഞ്ചുറിയിലും കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. US ഉണ്ടായതാണ്. US എന്നുള്ള സാധനം ഉണ്ടായത് തന്നെ 1880s US എന്ന കൺട്രി ഉണ്ടായത്. സൈൻ ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്ത് തോമസ് ജെഫേഴ്സൺ സൈൻ ചെയ്ത് 1880s US എന്നുള്ള സാധനം ഉണ്ടായത്. അപ്പം അതുവരെ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, എഞ്ചിൻ ഡെവലപ്മെന്റുമായിട്ട് മൊത്തം സാധനം യൂറോപ്പിലായിരുന്നു കോൺസെൻട്രേറ്റ്. ഇപ്പൊ കാരണം ഇപ്പോഴത്തെ F1 എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ അറൌണ്ട് 14 ടീംസ് ഉണ്ട് F1-ല്. F1-ലെ 14 ടീംസിൽ തന്നെ 14 ടീമുണ്ടോ? മോർ ദാൻ 70% ഓഫ് ടീംസില് 8 ടീം അങ്ങാണ്ടല്ലോ ഇപ്പൊ. 8 ടീമേ ഉള്ളൂ. 8 ടീമുള്ളൂന്ന് എനിക്ക് തോന്നുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് UK-ലാണ് ബേസിക്കലി. കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ബേസ്ഡ് ആണ് കുറെ സാധനങ്ങൾ, കുറെ ബേസ് യൂറോപ്പ് ബേസ്ഡ് ആണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന സാധനമുണ്ട്. അതെ, പിന്നെ മിക്ക എഞ്ചിനും റെനോ ആണ് ഉണ്ടാക്കുന്നത്, ഫ്രഞ്ച് കമ്പനി. അപ്പം കുറെ കമ്പനീസ് ബേസിക്കലി ബേസ്ഡ് അപ്പോൺ UK ആയിരിക്കും ഹെഡ്ക്വാർട്ടേഴ്സ്. കാരണം ലോജിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് F1-ന്റെ ഒരു സാധനമുണ്ട്, ഈ ഒറ്റ കാറെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള സാധനമുണ്ട്. എന്തോ ഒരു സീരീസിലോ ഒരു സീരീസിൽ ഒറ്റ കാറെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് എന്ത് പറ്റിയാലും ആ ഒരു കാർ മൊത്തം ട്രാൻസ്പോർട്ട് ചെയ്യണം. നിനക്ക് അടുത്ത ആ ഒറ്റ കാർ തന്നെ ആയിരിക്കണം നീ അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. ഏത് ഗ്രാൻഡ് പ്രീ ആണെങ്കിലും എന്ത് സാധനം ഉണ്ടെങ്കിലും അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒറ്റ കാലം. ഇതിന്റെ റേസസ് നീ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ യൂറോപ്പിലായിരിക്കും ഒരു 60% ഓഫ് റേസ് യൂറോപ്പിൽ തന്നെ നടക്കുന്നത്. വഴുതി മാറുന്നുണ്ടോ എന്നൊരു സംശയം. അതെ, അപ്പൊ അതെ. സോ ബേസിക്കലി ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിയമം ഇല്ലാത്ത, എനിക്ക് എന്ത് വേണമെങ്കിലും വണ്ടിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ടർബോ. അതെ, ടർബോയ്ക്ക് ടർബോ, സൂപ്പർ ചാർജ് എന്തോ മെയിൻ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? ലാൻസിയ ഒരു വലിയൊരു റൈവൽറി തന്നെ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ബിക്കകത്ത്. ഭയങ്കര മസാ ലാൻസിയയും ഓടിയായിരുന്നു. പിന്നെ റെനോ ഉണ്ടായിരുന്നു, പ്യൂഷെ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ലയന്റെ ഉള്ള. അവരൊക്കെ ബിഗ് റാലിയും ഫോർമുല 1 പോലെ അല്ലല്ലോ, ആർക്കും ആദ്യം വണ്ടി കൊണ്ടുവരാലോ. മെയിൻ പ്ലേയേഴ്സ് വരുമ്പോ അതിന്റെ പെർഫോമൻസ് ആണല്ലോ ബേസിക്കലി പറഞ്ഞു വരുമ്പോ. അതെ, അല്ല അപ്പൊ അതാ പറഞ്ഞേ, പെർഫോമൻസ് വെച്ചിട്ട്. അതെ ഒരു മെയിൻ പ്ലേയേഴ്സ് ആണ്. ഒരു 3-4 മേജർ പ്ലേയേഴ്സ് ആയിട്ട് നിന്റെ മനസ്സിൽ ലാൻസിയ. ഓക്കെ, ലാൻസിയ കൊമേഴ്ഷ്യൽ ആയിട്ട് ഞാൻ കേട്ടില്ല. ഓടിയുടെ ലാൻസിയ ഓടിയുടെ അല്ല ലാൻസിയ, പിന്നെ മറ്റൊരു പ്ലെയർ ആണ് ലാൻസിയ. ഓടി വേറെ കമ്പനി അല്ലേ? ഇല്ല, ലാൻസിയ വെരി ഫേമസ് ബ്രാൻഡ് ആയിരുന്നു ഒരു ടൈമില്. ഈ ലാൻസിയയുടെ ശരിക്കും കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻസിയയുടെ ഓണർ ഒരു ബില്യനെയർ പ്ലേ ബോയ് ആയിരുന്നു.
ഒരു ടൈമില് ഇപ്പൊ ആരുടെ കയ്യിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിയാം. ഞങ്ങളുടെ കയ്യിലെങ്ങാണ്ടാന്ന് തോന്നുന്നു ലാൻസിയ. ലാൻസിയ ഇപ്പോ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ലാൻസിയ ഇല്ലെന്ന് തോന്നുന്നു. വേറെ ഏതൊക്കെയാ ഉള്ളത്? ബാക്കി ബ്രാൻഡ് ഫെരാരി ഒന്നുമില്ല. ഫെരാരി ഒന്നുമില്ല. ഫെരാരി ഇതൊക്കെ അതാ പ്യൂറിസ്റ്റുകളൊക്കെ ആണ് മറ്റേത് പിടിച്ചു പോണേ. അതൊക്കെ അവര് ഫോർമുല 1 ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഈ കൺസ്ട്രക്ടേഴ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത്. പക്ഷെ എല്ലാ മാനുഫാക്ചറേഴ്സും ഫിയറ്റും ഗിയറ്റും എല്ലാവരും ഉണ്ടായിരുന്നു ഈ റാലിക്കകത്ത്. ബേസിക്കലി ഫെരാരി ഉണ്ടായിരുന്നു റാലിക്കകത്ത് ഒരു ടൈമില്. പക്ഷെ ദേ വർ നോട്ട് ലൈക്ക് ദ ടോപ്പ് ഇൻ ദാറ്റ്. അവര് റോഡ് റേസിങ്ങിനാണ്. എന്തോ ഗ്ലാമറസ് അല്ലാത്തതുകൊണ്ട് അതാണ് അത്ര ഗ്ലാമറസ് അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു റൂൾസ് ഒക്കെ ഭയങ്കര റോയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അല്ലാതെ മര്യാദക്കുള്ള റോഡ് മറ്റേ റേസിംഗ് ട്രാക്കിൽ കൂടെ പോകുന്ന സാധനമല്ല WRC അല്ലേ? അല്ലല്ല, WRC അത് പറഞ്ഞേ കല്ല് മണ്ണും പൊടിയും ഗ്രാമീണ ഭാഗത്തൂടെ പോയി കാറ് അതൊക്കെ ഫെറാറി പോയി കഴിഞ്ഞാൽ ആൾക്കാര്. പക്ഷെ ഫാൻസ് എന്ന് പറഞ്ഞ ഒട്ടിക്കത്തെ ഫാൻസ് ആണ് ഇതിന്. ആൾക്കാര് ഈ നമ്മള് സാധാരണ ഇപ്പൊ ഇങ്ങനെ വട്ടത്തിൽ പോകുന്നതിന് നമ്മള് സ്റ്റാൻഡിലൊക്കെ കയറിയല്ലോ നിൽക്കാം. ഇതിന്റെ ഫാൻസ് റോട്ടിലാ. കാറ് ചീറിപ്പാഞ്ഞ് പറന്നൊക്കെ ആയിരിക്കും വരാൻ, ഹില്ലിൽ കൂടെ ചാടിയൊക്കെ. അപ്പോഴായിരിക്കും ആൾക്കാര് മാറി കൊടുക്കുക ഫാൻസ് ഒക്കെ റോഡ്. അപ്പൊ നമ്മൾ ആലോചിക്കണം ഈ ആൾക്കാര് ഇത് ഈ ഓടിക്കുന്ന ആൾക്കാര് നമ്മുടെ നാട്ടിലെ പിള്ളേര് ഇങ്ങനെ ഒരു കൈവിട്ട ഓടിയിലൊക്കെ ഉണ്ടാവില്ലേ, ഏത് നല്ല റോഡാണോ നല്ല വണ്ടിയാണോ നോക്കാതെ ഒരു ഓടിക്കലുണ്ടാവില്ലേ അമ്മാരി. പക്ഷെ ഇവര് ആ ഇൻസ്റ്റിങ്സ് വെച്ചാണ് ഫുള്ള് ഓടിക്കണേ. ഇൻസ്റ്റിങ്റ്റും പിന്നെ നാവിഗേറ്റർ പറയുന്ന ഡയറക്ഷൻസും. ഇവിടെ ഇപ്പൊ ലെഫ്റ്റ് വരും ഇത് വരും. എന്തിന് വേൾഡിൽ ആകെ ഒറ്റ റേസിംഗ് ഉള്ളൂ. ഒടുക്കത്തെ സ്പീഡിലായിരിക്കും വേണം. അതായത് ഈ ഫോർമുല 1 പവർഫുൾ എഞ്ചിൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഗവൺമെന്റിന്റെ ഒക്കെ പൂർണ്ണതയോടു കൂടിയാണോ നടക്കുന്നത്? അതെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ? അതെ FIA ആണല്ലോ ഇത് ഓർഗനൈസ് ചെയ്യണത്. ഇതൊക്കെ അപ്രൂവലൊക്കെ എടുത്താണ് ഈ ട്രാക്കുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി അപ്പൊ ഇതിനകത്തുള്ള റൈവൽറിനെ കുറിച്ച് പറയാൻ ഡേഞ്ചറസ് ആയ ഒരു സാധനമാണോ അത്? ഈ വൺ ഡേഞ്ചറസ് ഗ്രൂപ്പ് ഇപ്പൊ നിരോധിച്ചേക്കാ. അങ്ങനെയാണോ? ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു വൈൽഡ് എന്നൊക്കെ പറഞ്ഞ. എടാ നീ ഒന്ന് ആലോചിക്ക്, ഫോർമുല 1 പവർഫുൾ വണ്ടികള്, ഫുൾ ടെർബോ സൂപ്പർ ചാർജറും ഫുൾ നാച്ചുറൽ ആസ്പിറേറ്റർ അല്ലാത്ത എഞ്ചിനുകളും, ഫുൾ കനം മാഡ്മാക്സിന്റെ അങ്ങേയറ്റം. അപ്പൊ ഇപ്പത്തെ ഇനി ഞാൻ പറയാൻ പോകുന്ന റൈവലറി കേട്ടാൽ എനിക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമില് അതൊക്കെ ഫോർമുലകളെക്കാളും കമ്പയർ ചെയ്യാൻ പറ്റുന്നതിൽ അധികമാണ് ഇതിനകത്ത്. അതെ, അപ്പൊ മാത്രമല്ല ഫോർമുല ഒരിക്കലും ഒരു ഡിപ്പും ഡൗണും വരത്തില്ല, മനസ്സിലായോ? അങ്ങനത്തെ ചെറിയ ഇതൊക്കെ ഇവര് പറക്കുക. എടാ ഇത് സാധാ റോഡാ. അതായത് ഇപ്പൊ നീ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ നാട്ടില് നമ്മള് തോന്നിയ പോലെയല്ലേ റോഡൊക്കെ പണിയാ. ഇപ്പോഴൊക്കെയല്ലേ ബെറ്റർ ആയത്. ഈ പണ്ടത്തെ കാലേക്ക് റോഡ് ഇല്ല, ഇവര് കല്ല് മണ്ണിൽ കൂടെ ഓടിക്കണേ. അപ്പൊ ഇങ്ങനെ കയറ്റം ഇങ്ങനെ ഇറക്കും, ഇങ്ങനെ കുന്നും മലയൊക്കെ ഇങ്ങനെ കേറിയാ പോണേ ഇവര്. അപ്പൊ എന്താ പോരാത്തതിന് ഈ ട്രാക്കിനകത്ത് മുഴുവൻ ആൾക്കാർ, അത് കാണികൾ അത് കാണാൻ നിൽക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഡ്രിഫ്റ്റ് ചെയ്തും അതിൽ കൂടെ ചാടി മറിഞ്ഞും എല്ലാം പോണ ഈ സാധനം. അതും ഒടുക്കത്തെ പവറാണ് ഈ എഞ്ചിനൊക്കെ. പിന്നെ ഈ ട്രാക്ക് ഒക്കെ സെറ്റ് ചെയ്യുന്നത് സേഫ്റ്റി കാര്യങ്ങളൊക്കെ നടക്കുമോ? അത് എന്താണ് സേഫ്റ്റി ഒന്നും ഇല്ല, അവര് സമ്മതിച്ചു എന്നുള്ളൂ. പക്ഷെ ഇത് കാരണം ഒരു പ്രൈഡിന്റെ ഇതാണ്. പിന്നെ കുറെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യണമുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരല്ലേ, ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ്. ഇവര് ഓക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഗ്രാമങ്ങളിൽ കൂടെ ഈ വണ്ടി പോകുന്നത്, മനസ്സിലായോ? ഇവരുടെ ഗ്രാമവും ഈ സ്ഥലത്തിൽ കൂടെ ഒക്കെയാണ്. നിർത്തി കഴിയുമ്പോ ആ ഗ്രാമങ്ങളിലൊക്കെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള മെയിൻ വരുമാനമായിരിക്കും. പിന്നല്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്ന് കാണാനിരിക്കും, വെറുതെ മലയുടെ പുറത്തും സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കും ആൾക്കാർ.
അപ്പൊ അവിടെ ആൾക്കാർ സാധനങ്ങൾ വിൽക്കാൻ പോകും. അതായത് ഓരോ സ്റ്റേജുകളുടെ ഉള്ളിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും ഈ ടൂറിസ്റ്റുകൾ വരുന്നതിന്. ഇത് വഴി മൊത്തം ആൾക്കാർ കാണാൻ നിൽക്ക ഈ സംഭവം. ടേണുകള് ചാട്ടങ്ങളൊക്കെ വരുമ്പോ അവിടെ ക്രൗഡ് കൂടും. അപ്പൊ അങ്ങനത്തെ ഒരു എൻവയറമെന്റിലെ ഈ സംഭവം നടക്കണം ബേസിക്കലി. ആൾക്കാർക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ആൾക്കാർ വന്നാൽ രക്ഷിക്കുകയൊക്കെ. വേറെ മറ്റേ ഫോർമുല 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികൾ ഉണ്ടാവും, അതിന്റെ ആൾക്കാർ. കാരണം ചെറിയ ഇതിനകത്തല്ലേ. എടാ ഇതൊരു ടൗണിൽ നിന്ന് അടുത്ത ജില്ലയിലേക്കൊക്കെയാണ് പോണേമാര് ഈ പറഞ്ഞിട്ട്. സിനിമ എനിക്കറിയില്ല ആക്ച്വലി. സിനിമ ഉണ്ടാവും, ബൾക്ക് സിനിമ ഉണ്ടാവും. കാരണം ഇത് ഇച്ചിരി വൈൽഡ് ആയിരുന്നു. ഗ്രൂപ്പിനെ കുറിച്ച് സിനിമ ഉണ്ടോന്ന് എനിക്ക് സംശയം. പക്ഷെ ഗ്രൂപ്പിനെ കുറിച്ച് സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന റൈവൽറിനെ കുറിച്ചായിരിക്കും സിനിമ ഉണ്ടാക്കുക. ടോപ്പിക് ഇതേ കഴിയുന്നുള്ളൂ. അപ്പം അവിടെയാണ് നമ്മുടെ ഈ സ്റ്റോറി വരുന്നത്, ഈ സിനിമയുടെ ടോപ്പിക് പറയുമ്പോ. അപ്പോഴാ ഒരു 19 എനിക്ക് തോന്നുന്നു 80s ആണെന്ന് 82-ലാന്ന് തോന്നുന്നു. 81-ലാന്ന് തോന്നുന്നു. 81-ല് ഇപ്പൊ ഈ FIA-യുടെ റൂൾ ബുക്ക് ഉണ്ടല്ലോ, ചില കാര്യങ്ങള് ഇതില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് റാലിക്ക് വേണ്ടിയുള്ളതിനകത്ത് ഒരു റൂളുണ്ട്. അതായത് റെയർ വീൽ ഡ്രൈവ് കാറുകളാണ് ജനറലി ഉള്ളത്. അപ്പൊ അത് അന്ന് 4 വീൽ ഡ്രൈവ് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ആകെ ലോറികള്, വലിയ വലിയ ജീപ്പ്, ഈ ഹൈ റേഞ്ചിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സ്ലോ ആയിട്ട് പോകുന്ന സാധനങ്ങളേ ഉള്ളൂ. അന്ന് ഈ FIA-യുടെ പ്രസിഡന്റിനെയൊക്കെ സെറ്റാക്കി ഓടിക്കാര് അതിലത്തെ കുറച്ച് തിരുത്തുകള് വരുത്തി. അവര് ചോദിച്ചു, ഞങ്ങള് ഒരു 4 വീൽ ഡ്രൈവ് വണ്ടി ഇറക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ആൾക്കാരൊക്കെ പുച്ഛിച്ച ആ സമയത്ത്. 4 വീൽ ഡ്രൈവ് അല്ലേ, എന്ത് ലോറിയാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവര് റൂളിനകത്ത് കയറ്റി. പക്ഷേ ഓടിക്കാര് ഓടിക്കാര് ഇത് ശരിക്കും ആലോചിച്ചിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. കാരണം എന്താ, ഇവര് ഈ സാധനം പെർഫെക്റ്റ് ചെയ്തിട്ടാ ഇതിന് റൂൾ ചേഞ്ചിന് വന്നത്. 4 വീൽ ഡ്രൈവ് കാറ് ഓടിയുടെ കോട്രോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് വരുന്നത്. ഈ കോട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഈ സൈക്കോ വണ്ടിക്കകത്ത് 4 വീലും മണ്ണി പിടിക്കും. മനസ്സിലായ? 4 വീലും മണ്ണി പിടിക്കാന്ന് പറഞ്ഞാൽ അത്രയധികം കൂടുതൽ ട്രാക്ഷൻ ആയിട്ടാ. അപ്പൊ മറ്റേത് എങ്ങനെയാന്ന് വെച്ചാൽ ബാക്ക് വീല് മാത്രമേ ഈ മണ്ണി പിടിച്ച് പോകുന്നുള്ളൂ. ഫ്രണ്ട് വീല് ഇങ്ങനെ ഇതിലൊരു പവർ അങ്ങോട്ട് എത്തുന്നില്ല, വെറുതെ തിരിക്കാനും മാത്രമേ ഉള്ളൂ ബാക്കിലത്തെ വണ്ടിയുടെ. ഇവന്മാര് വന്ന് ചാമ്പ്യൻഷിപ്പുകൾ അങ്ങ് ജയിക്കാൻ തുടങ്ങി, ആർക്കും തോപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ കോട്രോന്റെ ടീം ഓടിയാണല്ലോ. ഓടിയാണെന്ന് വെച്ചാൽ വലിയ ജർമ്മൻ ബ്രാൻഡാ, ഇഷ്ടം പോലെ വോക്സ് വാഗൺ അണ്ടറിലുള്ള ഇഷ്ടം പോലെ പൈസയുള്ള ടീമാണ്. അവരുടെ അവിടുന്ന് ശാസ്ത്രജ്ഞന്മാര് പോലത്തെ ടീംസ് ഒക്കെ വന്നിട്ടാണ് ഈ വണ്ടിയൊക്കെ ബിൽഡ് ചെയ്യണേ. വണ്ടി ബിൽഡ് ചെയ്യുന്നതും ഇത് പോരാത്തതിന് 4 വീൽ ഡ്രൈവ് ആദ്യമായിട്ട് കൊണ്ടുവരാം. ഇത് ഫുൾ എഞ്ചിനീയർ ചെയ്ത്, ജർമ്മൻ എഞ്ചിനീയറിംഗ് എന്ത് സീനാണെന്ന് അറിയാല. അപ്പൊ വൻ സീൻ ടീമായിട്ടാണ് ഇവർ വന്നത്. ഇവർക്ക് ഇത് കുറെ ബാക്കിയുള്ളവർക്കൊക്കെ പൊളിഞ്ഞ്. ഇവന്മാരുടെ ഈ എന്ത് ചെയ്താ ഈ 4 വീൽ ഡ്രൈവ് വെച്ച് ജയിക്കാനും പറ്റുന്നില്ല, 2 വീൽ ഡ്രൈവ് വെച്ചിട്ട് ജയിക്കാനും പറ്റുന്നില്ല. ഓടിക്കാരെയൊക്കെ കനം പൊളി. അപ്പോഴാണ് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ ലാൻസിയയുടെ മുതലാളി വൻ റിച്ച് ആയിട്ടൊരു ബില്യനർ ആയിരുന്നു. പുള്ളിക്ക് ഈ വണ്ടി വിറ്റിട്ടൊന്നും വേണ്ട, പുള്ളി ഇത് റേസിങ്ങിനായിട്ട് മേടിച്ച കമ്പനിയാ ലാൻസിയ. അപ്പൊ പുള്ളി ഇതിനകത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാല്, പുള്ളി വന്ന് ഈ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് കുറച്ച് നമ്പർ ഇറക്കിയിട്ടങ്ങ് ജയിക്കാൻ. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഡ്രൈവർമാരും വേറെ ലെവൽ സൈക്കോസ് ആണ്. വാൾട്ടർ റോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളിയൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ട്രാക്ക് ഇഷ്ടമല്ല, ഞാനപ്പോ ഓടിക്കൂല, അങ്ങനത്തെ സീനൊക്കെയാ പുള്ളി. മറ്റേത് എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് ഞാൻ ജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്, അതൊക്കെ ഞാൻ ജയിക്കും എന്നൊക്കെ പറയുന്നത്. പുള്ളി എന്നിട്ട് അത് ജയിക്കും ചെയ്യും. അപ്പൊ ഇതൊക്കെ എങ്ങനെ ജയിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല്
ഇത് പല സ്റ്റേജ് ആയിട്ടാണ് നടക്കുക. അതായത് സ്നോ ഉള്ള സ്ഥലത്ത്, പൊടിയുള്ള സ്ഥലത്ത്, കല്ലുള്ള സ്ഥലത്ത്, പല പല സ്ഥലത്തായിട്ടാണ് നടക്കുക. അപ്പൊ ഇവിടേക്കൊക്കെ ഈ വണ്ടികൾ കൊണ്ടുപോയിട്ടാണ് ഇവര് റേസ് ചെയ്യുക, പല പല കൈൻഡ് ഓഫ് ടെറൈനിൽ കൂടെ. അപ്പം ഇതിനകത്ത് ഓടിയൊക്കെ പോയിട്ട് കുറെ എണ്ണത്തിനകത്ത് അങ്ങ് ജയിക്കും. ഈ ലാൻസിയക്കാര് പറയും ഞങ്ങൾ ഓടിക്കൂല അങ്ങനത്തെ സീനൊക്കെ. പക്ഷെ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ പോയിന്റുകളാണല്ലോ അവസാനത്തേക്ക് എത്തിക്കണേ. അപ്പൊ ഇവർക്ക് ഇഷ്ടമുള്ള ട്രാക്കിൽ പോയി റേസ് ചെയ്യും. സ്നോയിലൊക്കെ പോയിട്ട് റേസ് ചെയ്യുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഗ്രിപ്പ് കുറവല്ലേ 2 വീൽ ഡ്രൈവിന്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഈ സ്നോ ഒക്കെ നടക്കണ ഗവൺമെന്റിലത്തെ അതോറിറ്റികളോടൊക്കെ ആയിട്ട് സംസാരിച്ച് റോഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും ഇവര്. സ്നോ ഒക്കെ വീണ സ്ഥലം ഇവര് സേഫ്റ്റി കൺസേൺ വേണ്ടിയല്ല, ഇവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടില്ലല്ലോ. ഓടിയുടെ കോട്രോനാണെന്ന് വെച്ചാൽ ഒടുക്കത്തെ ആ ഒരു അതോറിറ്റി ചെയ്യുന്നതല്ലേ, ആ ഒരു റേസിംഗ് അതോറിറ്റി ചെയ്യുന്നതല്ലേ ഇതൊക്കെ. അല്ലാതെ റേസിംഗ് അതോറിറ്റി ട്രാക്കിലൊന്നും ഇൻവോൾവ് ആവില്ല. ഇവരാ അവിടുത്തെ ഗവൺമെന്റിനെ പോയിട്ട് ട്രാക്ക് മോഡിഫൈ ചെയ്യാനുള്ള കൺട്രോള് റേസേഴ്സിനുണ്ടോ? അതെവിടെ ഇല്ല, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവര് പോയിട്ട് ഇവരുടെ ഒരു വാൻ ആദ്യം മുന്നിൽ വിടും. എന്നിട്ട് ആ വാനിൽ കൂടെ ഇവര് ഈ സാധനമൊക്കെ വെതറി ഇവര് ഈ ഐസുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഐസൊക്കെ മെൽറ്റായി പോയിട്ടുണ്ട്. ഇവര് നല്ല സാധാ റോട്ടിൽ കൂടെ ചേറി പാഞ്ഞു പോകും ഇവന്മാര്. വാൾട്ടർ റോളാന്ന് വെച്ചാൽ കൊനം ഡ്രൈവറാണ് പുള്ളി എന്ന് പറഞ്ഞാൽ വൻ സൈക്കാണ്. പുള്ളിക്ക് ഇഷ്ടമുള്ള ട്രാക്കാണെന്ന് വെച്ചാൽ പുള്ളി മരിക്കും അതിനു വേണ്ടി. അങ്ങനെ ഉടായ്പ നടത്തുന്ന പോലെയാണ് ഉണ്ണിക്കുട്ടനെ എനിക്ക് കാണാതെ വന്നത്. പിന്നെ എന്നിട്ട് വേറൊരു സ്റ്റേജിൽ ഇവന്മാരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സദേൺ ഏതോ സ്റ്റേജിലാന്ന് തോന്നുന്നു. ഭയങ്കര റോക്കി ടെറൈനും ഭയങ്കര എന്താണ് വണ്ടിയുടെ ബിൽഡ് കനം സീനായിരിക്കേണ്ട സ്റ്റേജ് ഉണ്ട്. അവിടെ ഇത് ഓഡിയുടെ ക്വാർട്ടർ വെച്ചുകൊണ്ടും പുതിയ ഡിസൈനും ഈ 4 വീൽ ഡ്രൈവ് ഒക്കെ പുതിയതായതുകൊണ്ട് ഗ്രൂപ്പ് ബി ഏതൊക്കെ സ്ഥലത്താണ് നടക്കുന്നത് യൂറോപ്പിൽ തന്നെ? യൂറോപ്പില് അതല്ലേ പറഞ്ഞേ, സിസിലി തൊട്ടിട്ട് നോർവേയില് വരെ നടക്കും. എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടിന്യൂസ് സാധനമാണ്. ഇറ്റലി ടു നോർവേ ആണോ? അങ്ങനെയല്ല, ഇറ്റലി ടു നോർവേയിലുള്ള പല പല സിറ്റികളില് പല പല ടെറൈൻസില് ഓടിക്കും. അതെ പറഞ്ഞ പല പല സ്റ്റേജ്. പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ ഇത് ഒറ്റ ലോങ് റേസ്. എന്തോ ഈ റാലിയുടെ റേഞ്ച് എത്ര കിലോമീറ്റർ ആണ്? ഡിഫറെന്റ് റാലീസ് ആണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. പല പല റേഞ്ചിലുള്ള ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? റൂൾസ് ഒന്നുമില്ല. റീഫ്യൂൽ ചെയ്യാൻ പറ്റിയാൽ നിനക്ക് ഓടിക്കാം. റീഫ്യൂൽ ചെയ്യാൻ പറ്റിയാൽ നീ റീഫ്യൂൽ ചെയ്യാ. എത്ര ദിവസം പരിപാടിയാ? എത്തുന്ന എത്ര പെട്ടെന്ന് എത്തിയാ അത്ര പെട്ടെന്ന്. അങ്ങനെ ദിവസമൊന്നും ഇല്ല. അതല്ലേ പറഞ്ഞ ഇതിന് നിയമമൊന്നും ഇല്ലടാ. ഇല്ലാത്തതുകൊണ്ടാണ് സാധനം കൂട്ടിപ്പോയെന്നാണ് പറഞ്ഞിരുന്നത്. പറഞ്ഞു തീർത്തിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. പണ്ട് കാലത്ത് മറ്റേ GT ഇല്ലേ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കേപ്പബിലിറ്റി ട്രൈ ചെയ്യുന്നൊരു സാധനമായിരുന്നു. എല്ലാവരും മേജർ കോമ്പറ്റീറ്റേഴ്സ് എല്ലാ സാധനങ്ങളും ഇൻവോൾവ് ലോങ് ഡിസ്റ്റൻസില് റിലയബിലിറ്റി നോക്കാൻ വേണ്ടിട്ട്. ഇപ്പത്തെ 24 hour ലേമാൻ ഒക്കെ ഉള്ള പോലെ. അത് തന്നെ, അതുപോലത്തെ സാധനമായിരുന്നു ഇത്. അതുപോലുള്ള റീസൺ. ഞാനൊരു കാര്യം, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഇതിന്റെ ഒരു അപ്പൊ നമ്മൾ ഈ റൈവൽറിയിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഡെസേർട്ട് പോലത്തെ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടി വരും. ഒരു വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വണ്ടി കുറച്ച് വിത്തിൻ സം ടൈമിന്റെ ഉള്ളിൽ വണ്ടി പോകും. അപ്പൊ ആദ്യം പോയ വണ്ടിയുടെ പൊടി ഉണ്ടാവും. ഈ പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ല പിന്നെ വരുന്നവന്.
ഇത് ലാൻസേക്കാര് ഫുള്ളുണ്ടായി പാപ്പ. വണ്ടി വർക്ക് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാൻ മറ്റു വണ്ടി പോയി കഴിഞ്ഞിട്ട് ഇവര് സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിൽക്കും. എന്നിട്ട് വണ്ടിക്ക് എന്തോ കുഴപ്പം, നമ്പറൊക്കെ ഇറക്കി ഈ പൊടിയൊക്കെ ഒന്ന് സെറ്റിലാവില്ലേ, അപ്പൊ അവന്മാരെടുത്തിട്ട് രക്ഷപ്പോക്ക. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഈ നമ്പറുകളൊക്കെ വെച്ച് അവന്മാർ ആ വർഷം ചാമ്പ്യനായി. ഫുൾ നമ്പർ. ഇവന്മാർക്ക് ഇഷ്ടമുള്ള ടയർ, ഇങ്ങനത്തെ നമ്പറുകളൊക്കെ വെച്ചിട്ട് ഡോമിനേറ്റിംഗ് ആൾക്കാരുണ്ടായിരുന്നു ഈ റൂൾസ് ഡിസൈഡ് ചെയ്യാനുള്ള, ഏത് സ്ഥലം വേണമെന്നുള്ള അങ്ങനത്തെ ഉണ്ടായിരുന്നു. സ്ഥലം വേണമെന്ന് വെച്ചാ ഏത് റേസിംഗ് ട്രാക്ക് ഫിക്സ് ചെയ്യുക, അങ്ങനത്തെ സാധനം ഉണ്ടോ, അങ്ങനത്തെ ഒരു ഡോമിനേറ്റിംഗ് ഇത് ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു FIA ആണ് അത് തീരുമാനിക്കണേ. ഓക്കെ ഫൈൻ. FIAയുടെ അതല്ലേ നമ്മൾ പറഞ്ഞ ഇഷ്ടംപോലെ റാലികൾ ഉണ്ടായിരുന്നു, അതൊക്കെ FIAയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. ഈ മോണ്ടെക്കാർലോ FIA അക്സെപ്റ്റ് ചെയ്തു, അവരുടെ റൂൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തേ പിന്നെ എല്ലാ റാലികളും ഈ WRCയുടെ അണ്ടറിലേക്ക് വന്നു. അങ്ങനെ അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ നമ്മുടെ BCCI ഒക്കെ പോലെ ഒരു അതോറിറ്റിയാണ് FIA. അവരാണ് ഡിസൈഡ് ചെയ്യണത് ഓരോ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ അവര് വെച്ചിട്ട് ഈ 4 വീൽ ഡ്രൈവ് ഇത്ര ഡോമിനന്റ് ആയിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും ഒക്കെ വെച്ച് വന്ന എന്താണ് ഓടിക്കാരെ അവരങ്ങ് തോപ്പിച്ചു. കാരണം ചില സ്ഥലത്തൊക്കെ പോയിട്ട് ഓടിക്കാരെ വണ്ടിയൊക്കെ 3 വണ്ടിയൊക്കെ നശിച്ചുപോയി. ഭയങ്കര ടഫ് ടെറൈനിലൊക്കെ പുതിയ എഞ്ചിനീയറിംഗ് ഇതായതുകൊണ്ട് റിലയബിളി ലാസ്റ്റ് ചെയ്തില്ല അവരുടെ വണ്ടികൾ. അവിടെയൊക്കെ ഈ പഴയ എഞ്ചിനീയറിംഗ് സോളിഡ് ആയിരുന്ന ലാൻസിയ റിലയബിലിറ്റിയിൽ സൂപ്പർ ആയിരുന്നോണ്ട് റേസിംഗിൽ ഇട്ട. പുറത്ത് അത്ര ഇല്ലായിരുന്നു, ഇമാര് സീനായോണ്ട് ഇവരെ അങ്ങ് അത് ജയിച്ചു. പിന്നെ ഗ്രൂപ്പ് ബിയുടെ ബേസിക്കലി പ്രോബ്ലങ്ങൾ കുറച്ചുണ്ടായിരുന്നു. വണ്ടികൾ ഭയങ്കര ഫാസ്റ്റ് ആണ്, പിന്നെ ഇത് ട്രാക്ക് ഒന്നല്ല. പിന്നെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൂൾസ് ഒക്കെ റിലാക്സ് ചെയ്തപ്പം ഇതിനകത്ത് റോൾ കേജ് ഒക്കെ വേണമല്ലോ. റോൾ കേജും സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് റേസിംഗിനകത്ത്, ആൾക്കാരുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടി. ഗ്രൂപ്പ് ബിയിൽ ഇതിന്റെ റൂൾസ് ഒന്നും ഭയങ്കര ലാക്സ് ആയതുകൊണ്ട് ഇവര് അലുമിനിയത്തിന്റെ റോൾ കേജ് ഒക്കെ വെക്കാം. അലുമിനിയത്തിന്റെ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലിംസിയാണ്, പെട്ടെന്ന് വളഞ്ഞു പോവാ. ഇതിനൊരു എന്താണ് നമ്മൾ ഈ പ്ലെയിനിലൊക്കെ ഉപയോഗിക്കുമ്പോൾ വിങ്ങ് കിടന്ന് ആടണുണ്ടല്ലോ പ്ലെയിൻ പറക്കുമ്പോ, അത് ഈ അലുമിനിയത്തിന് അത്ര ഇതുള്ളൂ. അത് പ്ലെയിനിലും ഒക്കെയാണ് വെയിറ്റ് സേവിങ് ആയതുകൊണ്ട്. വണ്ടിയിലും വെയിറ്റ് സേവിങ്ങിന് വേണ്ടിയാണ് വെച്ചേക്കണേ, പക്ഷെ ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പപ്പടം പോലെയാവും അലുമിനിയം. അപ്പൊ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഈ കാർബൺ ഫൈബർ ഒന്നും ഇത്ര പ്രബലന്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ വെയിറ്റ് സേവിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ അലുമിനിയം ആയിരുന്നു. അലുമിനിയത്ത് ഈ ഇമ്മാരി സ്പീഡില് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഭയങ്കര മോശമായിരുന്നു ആ ടൈമിൽ. ഇപ്പൊ ഒരു ട്രാക്കിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ചെറിയ റേഞ്ചിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അന്ന് ഇതൊക്കെ 80s നടക്കുന്ന കാര്യമാണ്. ഇന്നത്തെ പോലെ ഫോണില്ല, റേഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റേഡിയോ ഉണ്ടെങ്കിൽ തന്നെ അത് റിലയബിൾ അല്ല. ഇപ്പൊ ഒരാള് ഈ വണ്ടി ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, വണ്ടി ഇടിച്ചപ്പോ അത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് അടുത്ത വണ്ടിക്കാരൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടാവുമല്ലോ അടുത്ത ആളുടെ അലോട്ടഡ് ടൈമില്. അയാൾ ഈ വണ്ടി ഇടിച്ചത് കണ്ട് ഇയാളുടെ ഡെസ്റ്റിനേഷൻ എത്തി കഴിഞ്ഞിട്ട് അവരെ വിളിച്ച് അറിയിക്കണം, അവിടെ ഒരു വണ്ടി ഇടിച്ച് കിടപ്പുണ്ട് ഒരു 100 കിലോമീറ്റർ പിന്നില്. അങ്ങനെ പറയുമ്പോഴാ ഇത് റെസ്ക്യൂ ചെയ്യാനൊക്കെ ആൾക്കാർ എത്തുള്ളൂ. അപ്പൊ തന്നെ 10-50 മിനിറ്റും ഒക്കെ കഴിഞ്ഞു പോകും മറ്റേ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പം ഏതൊരു പുള്ളിയൊക്കെ മരിച്ചു, അയാളുടെ ഡ്രൈവർ മരിച്ചു. ഇതുപോലെ ഇങ്ങനെ ജെറ്റ് ഇട്ട് പറന്നുപോയി, ഒരു മരത്തിൽ കൊണ്ടിടിച്ച് ഡ്രൈവർ മരിച്ചു. മറ്റേ കോ ഡ്രൈവർ നല്ല പരിക്കുകളായിട്ട് പോന്നു. പക്ഷെ ഇയാളെ റെസ്ക്യൂ ചെയ്യാൻ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് റെസ്ക്യൂ ചെയ്യാൻ ആൾക്കാർ വന്നത്. അപ്പം അതൊരു പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ 4 ലക്ഷമൊക്കെ ജനാണ്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു ടേണിലും ഇതിലൊക്കെ ടേണില് ഈ ജമ്പിലൊക്കെ ഒരു 12,000 ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാവും എല്ലാ ഇങ്ങനത്തെ ടേണിലും. ഈ ഇതിന്റെ മെക്കാനിക്സ് ഒക്കെ പറയണ കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഗ്രില്ലിൽ നിന്ന് ആൾക്കാരുടെ തുണിയുടെ ഇതും വിരലുകള് ചോര ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കിട്ടുണ്ടാവുക.
അപ്പൊ തന്നെ ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. ഒരു റിസർച്ച് ടോപ്പിക് ആണല്ലേ ഈ ഒരു WRC PTSD പോസ്റ്റ് ആൾക്കാർക്ക് ആഗ്രഹമാണ്. അപ്പൊ ഇച്ചിരി സീനായിരുന്നു. പിന്നെന്താണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് 1985 കോർസിക്കയിൽ നടന്ന ഒരു റാലി ഉണ്ടായിരുന്നു. അതില് ലാൻസിയയുടെ അറ്റലോ ബൊട്ടേഗ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഒരു മരത്തിൽ കയറി ഇടിച്ച് പുള്ളി അങ്ങ് മരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് FIA വന്നിട്ട് ഇതിനെ കുറിച്ച് സ്റ്റഡിയൊക്കെ നടത്തി. അവര് പറഞ്ഞതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർത്തിയൊന്നുമില്ല, ഇതിന്റെ റെഗുലേഷൻ ചേഞ്ച് ഒന്നും ചെയ്തില്ല. അവര് പറഞ്ഞ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടി ഇത്ര സ്പീഡിൽ പോവായിരുന്നെങ്കിൽ അതിപ്പോ ഇത്ര വലിയ ബെറ്റർ റൂൾസ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ വണ്ടി ഇടിച്ച് ആള് മരിച്ചേനെന്നാണ് ഇവര് പറഞ്ഞത്. ഇത് ഡ്രൈവേഴ്സിനൊക്കെ ശരിക്കും പൊളിഞ്ഞ ഒരു കാര്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര സിമ്പിൾ ആയിട്ട് ഇതിനെ കാണരുതല്ലോ. അപ്പൊ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ തോന്നണത് ഷമ്മീനൊക്കെ പറ്റി പറഞ്ഞ FIA അത്ര വെടിപ്പല്ല. പൈക്ക് പൈസ അല്ലേ കിട്ടണേ. സ്പോൺസർഷിപ്പ് കൺസ്ട്രക്ടേഴ്സ് കുറെ വണ്ടി എന്തായാലും ഇറക്കും. അവർക്ക് ഇതിന്റെ ഉള്ളിൽ ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ മോഡൽ വണ്ടി വിറ്റ് പോവേ. അവർക്കും ബൾക്ക് പൈസ കിട്ടണേ. ഇത് പേടിച്ച് മരിക്കണത് ഇന്നത്തെ ഡ്രൈവർമാരാ. അങ്ങനെ 1995 അർജന്റീനയില് ഇതിന്റെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പൊ അർജന്റീനയിലത്തെ സ്റ്റേജിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ വണ്ടി മറിഞ്ഞ് കൊക്കയിലോട്ട് പോയിട്ട് ഇത് പുള്ളിയുടെ കാലൊക്കെ ഒടിഞ്ഞ് റിബ് കേജ് ഒക്കെ വളഞ്ഞ് ലങ്സിലൊക്കെ കുത്തി കയറി. അതിന് പുള്ളിയും പേടിച്ചു, പുള്ളിയുടെ കോ ഡ്രൈവർ ശരിക്കും പേടിച്ച് അതിൽ നിന്ന് വിരമിച്ചു ഗ്രൂപ്പ് റേസിംഗിന്ന്. എന്നിട്ട് അപ്പൊ ഇവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അലുമിനിയം റോൾ കേജിന്റെ റോൾ ഒന്ന് മാറ്റിയേക്കാം അങ്ങനെയൊക്കെ അപ്പോഴും ബാക്കിയുള്ള ഒരു സാധനം മാറ്റില്ല. പിന്നെ ഈ അങ്ങനെ എന്നിട്ട് ഇത് പോർച്ചുഗലിൽ ഒരു സ്റ്റേജ് ഇവര് കണ്ടക്ട് ചെയ്തപ്പോ ആണ് ഇതിന്റെ ഒരു ഇച്ചിരി സീനായത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഡ്രൈവേഴ്സ് പോർച്ചുഗലിലാണെന്ന് വെച്ചാൽ അല്ലെങ്കിലേ റേസിങ്ങിന് ഭ്രാന്തന്മാരാണ്. റാലി എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അങ്ങ് സൈക്കോ. അവർക്ക് ഇപ്പൊ നമ്മള് ഖത്തറിന് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ കിട്ടിയ മാരത്തെ സീനാണ്. പോർച്ചുഗലുകാര് കയറി ക്രൗഡ് അങ്ങ് നിറഞ്ഞ എല്ലായിടത്തും. പിന്നെ അപ്പൊ അങ്ങനെ ഈ പോർച്ചുഗലിൽ വെച്ച് ഒരു 2 ക്രാഷ് സംഭവിച്ചതില് കാണികള് കുറച്ച് അധികം പേര് മരിച്ചുപോയി 2 പ്രാവശ്യം. അപ്പോഴും ഈ FIA പിന്നെ റോഷൻ പറഞ്ഞ പോലെ അത്ര വെടിപ്പല്ല. ഈ റേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള റേസേഴ്സിനോട് പറയണ്ടേ ഇങ്ങനെ ഒരു ക്രാഷ് സംഭവിച്ചു, നമ്മൾ ബ്ലാക്ക് ഫ്ലാഗ് ആണ്, ഇനി റേസ് ഇല്ല എന്ന് പറയുമല്ലോ Formula 1-ലൊക്കെ. ഇവരത് പറഞ്ഞില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ പക്ഷെ എന്നാലും ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ അത് പറയണല്ലോ, അത് പറഞ്ഞില്ല. അപ്പൊ അത് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതുകൂടെ ആയപ്പം സംഭവം ഇച്ചിരി സീനായി. ആൾക്കാര് കുറെ ഗ്ലോബൽ പ്രഷർ വന്ന് അങ്ങനെ ഗ്രൂപ്പ് ബി നിർത്തലാക്കി. 1988 ഓ, ഞാൻ പേടിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അങ്ങനെ കഥ 85 എത്തിയുള്ളൂ. അങ്ങനെ പിന്നെ ഇതിന് പാരലായിട്ട് കുറച്ച് ഗ്രൂപ്പ് എസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടതായിരുന്നു, കുറച്ചുകൂടി റെഗുലേഷൻ ഒക്കെ ഉള്ള. അതും സ്ക്രാപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ വെച്ചത് ലോ ഡിസയർ സൊസൈറ്റീനെ കുറിച്ചാണ്. ജപ്പാനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മുടെ ഗൂഗിള് നല്ല പ്രിപ്പയർഡ് ആയിട്ട് വന്നാണ്, പക്ഷെ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. നമുക്ക് വേറെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, സോ see you on the next episode.